ഒരുപാട് നാം പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഉമ്മ എന്നുള്ള വിഷയം. പക്ഷേ ആ വിഷയം ഞാൻ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. സാന്ദർഭികമായി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പല വേദികളിലും ഉമ്മയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഉമ്മയുടെ വിഷയം മുഴുവനായി 2 മണിക്കൂർ ഉമ്മയെപ്പറ്റി മാത്രം പറയുന്ന വേദി ഇതാദ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയെ പറ്റിയിട്ട് നമുക്ക് എന്തു പറയാനാണ്? ഉമ്മ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് എന്ന് നാം പറയുന്ന ആ നമ്മുടെ സ്നേഹത്തണലായ, നമ്മുടെ എല്ലാം രഹസ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും കാണുകയും കേൾക്കുകയും അതെല്ലാം വാപ്പായുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ച് നമുക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വക്കീലാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് എന്ന ജഡ്ജിയുടെ മുമ്പിൽ പ്രതികളായ നമുക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന ഒരു വക്കീലാണ്, ഒരു ഇരുത്തം എന്ന വക്കീലാണ് നമ്മുടെ ഉമ്മയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയെ പറ്റിയിട്ട് വാചാലമായി മണിക്കൂറുകളൊന്നും നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഉമ്മയെ പറ്റിയിട്ട് ഒരു വാചകം എഴുതണമെന്ന്, ഉമ്മയുടെ മഹത്വത്തെ പറ്റിയിട്ട് ഒരു വാചകം എഴുതണമെന്ന് ഈജിപ്തിലെ ഒരു പരീക്ഷാ ഹാളിൽ വെച്ച് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന അധ്യാപകൻ ആവശ്യപ്പെട്ടപ്പോൾ പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കറുത്തവന്റെയും വെളുത്തവന്റെയും മക്കളെല്ലാവരും നിരന്നിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഹാളിനകത്ത് വെച്ച് ഉമ്മയെ പറ്റിയിട്ടൊന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ ഈജിപ്ഷ്യൻ ബാലനായ ഒരു ബാലൻ ഒരു വരി മാത്രം എഴുതിയിട്ട് സമ്മാനം നേടുകയുണ്ടായി. അങ്ങനെ ഈജിപ്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തിങ്ങിക്കൂടിയിരിക്കുന്ന പരീക്ഷാ ഹാളിൽ വെച്ച് ഉമ്മയുടെ മഹത്വം എഴുതാൻ പറഞ്ഞപ്പോൾ 2-3 പേജുകൾ എഴുതിയവരെക്കാൾ ഒന്നാം സമ്മാനത്തിന് അർഹനായത് ഒരൊറ്റ വരി മാത്രം എഴുതിയ ഒരു ഈജിപ്ഷ്യൻ ബാലനാണ്. ആ വാക്ക് ഇങ്ങനെയാണ്: ഉമ്മി മാതത് വമാത മഅഹാ കുല്ലു ഷൈഇൻ. അത് തന്നെയാണ് ഉമ്മ എന്ന് പറയുന്നത്. എന്താണ് എഴുതിയത്? ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. വമാത മഅഹാ കുല്ലു ഷൈഇൻ, എന്റെ ഉമ്മയുടെ മരണത്തോടൊപ്പം എന്റെ എല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഉമ്മയെ പറ്റിയിട്ട് എഴുതാൻ ഒരു എഴുത്തുകാരനോ ഒരു ചിന്തകനോ ഒരു കവിക്കോ ഒരു സാഹിത്യകാരനോ ഒരു പ്രഭാഷകനോ ഒരു പ്രബോധകനോ ഒരു പ്രചാരകനോ ഒരിക്കലും സാധ്യമാകാത്ത വിധം ഉമ്മ മരിച്ചപ്പോൾ എന്റെ ജീവിതത്തിന്റെ എല്ലാം മരണപ്പെട്ടു പോയി എന്ന് എഴുതി വെച്ച ആ ഈജിപ്ഷ്യൻ ബാലന്റെ ആ ഒരു വരിയിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തണലായ ഉമ്മ എന്ന വിഷയം ഞാൻ പറയാൻ ആരംഭിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞോളി. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, വെറും ദീർഘായുസല്ല, ആഫിയത്തോടു കൂടിയിട്ടുള്ള ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ദീർഘായുസ് അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരുപാടങ്ങും പ്രസംഗിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. എല്ലാവരും ഉമ്മയാണ്, സ്നേഹത്തണലായ ഉമ്മയാണ് വിഷയമെന്ന് അറിയുമ്പോൾ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. ഇന്ന് ഉസ്താദ് ഇത് പറയാതിരിക്കില്ല. കാര്യം എന്താണ്? ഉമ്മയെന്ന് പറയുമ്പോൾ ഈ ഹദീസ് മറന്നുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയില്ല. മാതാവിന്റെ മഹത്വം പറയുമ്പോൾ ഈ ഹദീസ് നമുക്ക് മാറ്റിവെച്ചിട്ടൊരു സംസാരം നമുക്കില്ല. പ്രിയപ്പെട്ട മാതാവിന്റെ മഹത്വം അറിയണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരികയാ. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, എനിക്ക് ആരോടാണ് ബാധ്യതയുള്ളത്? ഏറ്റവും വലിയ ബാധ്യത എനിക്ക് ആരോടാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ മാതാവിനോടാണ്. നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരോടാ നബിയേ? എന്റെ മാതാവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ, എന്റെ മാതാവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, എന്റെ മാതാവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹമുള്ളത്? ആരോടാണ് എനിക്ക് കടമയുള്ളത്, കടപ്പാടുള്ളത്? ആ സമയത്തും റസൂലുള്ള വീണ്ടും പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിച്ചു, നബിയേ, 2 ഭാഗവും പൂർത്തിയായല്ലോ, ഇനി ചോദിക്കട്ടെ, പിന്നെ
പിന്നെ ആരോടാണ് എനിക്ക് കടമയുള്ളത്, കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത്? ആ സമയത്ത് റസൂലുള്ളാഹി മൂന്നാമതും പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാ. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സഹാബി വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരോടാണ് നബിയേ, പിന്നെ ആരോടാണ്? നാലാമത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? അബൂക്കാ, നിന്റെ വാപ്പയോടാ, നിന്റെ വാപ്പയോടാ. ആദ്യത്തെ 3 സ്ഥാനങ്ങളും കരകരമാക്കിയതാരാണ്? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചവിട്ടി പുറത്താക്കിയ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന്, ആതുരാലയത്തിൽ കൊണ്ടുവന്ന് ഞാനും നിങ്ങളും അക്കാമഡേഷൻ കൊടുത്ത് ഞാനും നിങ്ങളും കൈ കഴുകി കളഞ്ഞ ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാതാവിനോട് 3 വട്ടം റസൂലുള്ള പറഞ്ഞു, 3 വട്ടം നിങ്ങളുടെ കടപ്പാട്, 3 വട്ടം നിങ്ങളുടെ കടമകള്, 3 വട്ടം നിങ്ങളുടെ ബാധ്യതകള്, 3 വട്ടം നിങ്ങളെ ബഹുമാനം, 3 വട്ടം നിങ്ങളെ സ്നേഹത്തണല് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് 4ാം പ്രാവശ്യമാണ് പ്രിയപ്പെട്ടവരെ വാപ്പയെന്ന് റസൂലുള്ള പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കറിയണോ എന്താണ് ഈ ഹദീസിന്റെ ആശയം? എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എന്താ? 400 രൂപ കൊണ്ട് ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അതിലും 300 രൂപ നിന്റെ ഉമ്മയ്ക്ക് കൊടുത്തിട്ട് 100 രൂപ വാപ്പയ്ക്ക് കൊടുക്കണമെന്നല്ല. അങ്ങനെ ഒരു ചിന്തയല്ല, അങ്ങനെ ഒരു അർത്ഥമല്ല റസൂൽ ഉദ്ദേശിച്ചത്. എന്താ റസൂലുള്ള ഉദ്ദേശിച്ചതെന്നറിയുമോ? നീ കച്ചവടം ചെയ്ത് ബിസിനസ് നടത്തിയിട്ട് നീ 500 രൂപ വീട്ടിൽ കൊണ്ടുവന്നാൽ അതിലും 300 രൂപ നിന്റെ മാതാവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് 100 രൂപ മാത്രമാണ് നിനക്ക് അവകാശം നിന്റെ വാപ്പയ്ക്ക് കൊടുക്കാനുള്ളതെന്നല്ല റസൂല് പറഞ്ഞത്. പിന്നെയോ 3 വട്ടം നിന്റെ ഉമ്മയോടാണ് നിനക്ക് കടപ്പാടുകളെന്ന് പറഞ്ഞ റസൂലുള്ളാഹി എന്താണ് ആ ഹദീസിലൂടെ ഉദ്ദേശിച്ചതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, വാപ്പായും ഉമ്മായും എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ്, എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ്. പൊന്നുമക്കൾക്കൊരു രോഗം വരുമ്പോ, പ്രിയപ്പെട്ട സന്താനങ്ങൾക്കൊരു സങ്കടം വരുമ്പോ, അവർക്ക് ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോ വാപ്പയും ഉമ്മയും ഉണർന്നിരുന്നു കൊണ്ട് ഒരുപോലെ പൊട്ടിക്കരയുമല്ലോ. എല്ലാറ്റിലും എല്ലാ ത്യാഗങ്ങളിലും വാപ്പായും ഉമ്മായും ഒരുപോലെയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുമല്ലോ ഉസ്താദേ, വാപ്പമാരല്ലേ പൊന്നുമക്കൾക്ക് അധ്വാനിച്ചുകൊണ്ട് കാശ് കൊടുത്ത്, അധ്വാനിച്ചുകൊണ്ട് അരമുണ്ട് ഇറുക്കി കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പൊന്നുമക്കളെ പോറ്റുന്നത് വാപ്പയല്ലേ? ആര് പറഞ്ഞു സഹോദരങ്ങളെ വാപ്പയില്ലാത്ത മക്കളെ പോറ്റുന്നതാരാ? വാപ്പയില്ലാത്ത മക്കളെ പോറ്റുന്നതാരാ? നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മാതാവായ സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്ന് ആരോ കതകിനെ മുട്ടുകയാ. ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈത്തപ്പന ഓലകൾ കൊണ്ട് ചാരി വെച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ കൊട്ടാരമുണ്ടല്ലോ, ചെറിയ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടുകയാണ്. ആയിഷ ബീവി കതക് തുറന്ന് നോക്കുമ്പോ തന്റെ മുന്നിൽ ആരാ നിൽക്കുന്നതെന്നറിയോ? ഒരു പെണ്ണാണ്, ഒരു സഹോദരിയാണ്. കണ്ണ് കുടിഞ്ഞിരിക്കുകയാണ്, കവിള കുടിഞ്ഞിരിക്കുകയാ, പല്ലെല്ലും തിരിക്കുകയാ, വയറൊട്ടിയിരിക്കുകയാ, വല്ലാതെ വിശന്നിട്ട് വല്ലാതെ പട്ടിണി കിടന്ന പേക്കോലമായി കടന്ന് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് ആയിഷയുടെ വീട്ടുമുറ്റത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടിയുടെ വീട്ടുമുറ്റത്ത് വന്ന് യാചിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോയി. തൊട്ടടുത്ത് 2 പെൺമക്കൾ നിൽക്കുകയാണ്. പറക്കമുറ്റാത്ത 2 പൊന്നുമക്കളാ 2 ഭാഗത്തും നിൽക്കുന്നത്. എന്തു ചെയ്തെന്നറിയോ? ആയിഷ ബീബി പരിശോധിക്കുകയാണ്, വീടിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 3 ഈത്തപ്പഴമല്ലാതെ വേറൊന്നും വീട്ടിനകത്തില്ല. 3 ഈത്തപ്പഴമാണ് വീട്ടിനകത്തുള്ളത്. ആ 3 ഈത്തപ്പഴം എടുത്ത് എന്തു ചെയ്തെന്നറിയോ? പാവപ്പെട്ട സഹോദരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. ആ സഹോദരി എന്തു ചെയ്തെന്നറിയോ? 2 ഈത്തപ്പഴമാ 2 പൊന്നുമക്കൾക്ക് അതിന്റെ കുരുമാട്ടിയിട്ട് കൊടുക്കുകയാണ്. 2 ഈത്തപ്പഴം എടുത്ത് 2 പൊന്നുമക്കളുടെ വായിലേക്ക് പതിയെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന, കണ്ണ് കുഴിഞ്ഞു പോയ, വയറൊട്ടിപ്പോയ, എല്ലുംതിപ്പോയ, കവളൊട്ടിപ്പോയ, കണ്ണുകുടിയിലായ പട്ടിണി കിടന്ന പ്രിയപ്പെട്ട ഉമ്മ 1 ഈത്തപ്പഴം എടുത്ത് കുരുമാട്ടിയിട്ട് സ്വന്തം വായിലേക്ക് ചേർത്ത് വെക്കുമ്പോ 2 പൊന്നുമക്കളാ കയ്യിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മാ, പൊന്നുമക്കൾക്ക് വിശപ്പ് മാറിയിട്ടില്ല, എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. 1 ഈത്തപ്പഴം കഴിച്ചാൽ എങ്ങനെയാ വിശപ്പ് മാറുക? ചുണ്ടോട് ചേർത്ത് വെച്ച ഈത്തപ്പഴത്തിനെ പുറത്തെടുക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. എന്നിട്ട് ആ ഈത്തപ്പഴത്തിനെ 2ആയി കീറിയിട്ട് 2 പൊന്നുമക്കളെയും വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്.
ഇത് കണ്ട അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് റസൂലുള്ള മദീനത്തെ പള്ളിയിൽ നിന്ന് മടങ്ങി വരികയാ. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു വലിയ അത്ഭുതം കണ്ടു നബിയേ, ഞാൻ വലിയ ഒരു അത്ഭുതം കണ്ടു നബിയേ. റസൂലുള്ളാഹിയോട് നടന്ന സംഭവമെല്ലാം വിവരിച്ചു കൊടുക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊടുകയാ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? മനുബുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്, ഈ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ, ഈ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ, കുന്നലഹോ സിത്റം മിനന്നാർ, ഒരാൾക്ക് 2 3 1 പെൺമക്കളുണ്ടായിട്ട് ആ പെൺമക്കളെ പോറ്റാനും വളർത്താനും കെട്ടിച്ചേക്കാനും പഠിപ്പിക്കാനുമില്ല ഏതൊരു പിതാവ് മാതാവ് കഷ്ടപ്പെടുന്നുണ്ടോ ആ മാതാപിതാക്കളെ രക്ഷപ്പെട്ടവരാ. കുന്നലഹോ സിത്റം മിനന്നാർ, ആ പെൺകുട്ടികളെ നാളെ നരകത്തിന്റെയും അവരുടെയും ഇടയിലുള്ള വലിയ പടുകൂട്ട പർവ്വത സമാനമായ മറയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഇവിടെ പൊന്നുമക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ നടന്നത് ഉപ്പയല്ല. അതുകൊണ്ട് ഞങ്ങളാണ് ഉസ്താദെ അധ്വാനിക്കുന്നത്, ഞങ്ങളാണ് പിക്കാസ് പിടിക്കുന്നത്, ഞങ്ങളാണ് കുന്താലി എടുക്കുന്നത്, ഞങ്ങളാണ് മൺവെട്ടിയെടുത്ത് മൺകോരിയെടുത്ത് പാടത്ത് പണിയെടുത്തിട്ട് പൊന്നുമക്കളെ പള്ളയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ല സഹോദരങ്ങളെ, നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ പൊന്നുമക്കളെ ഒരു അല്ലലില്ലാതെ അലട്ടലില്ലാതെ പൊന്നുമക്കളെ വളർത്തുന്ന പെറ്റുമ്മയാണ്. ആ പെണ്ണുമ്മയാണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യാഗത്തിന്റെ വിഷയത്തിൽ ഉമ്മായും ഉപ്പായും ഒരുപോലെ തന്നെയാ. പക്ഷെ എന്തുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞതെന്താണ്? നിന്റെ ഉമ്മയോട് 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 3 വട്ടം നിനക്ക് കടമ നിന്റെ ഉമ്മയോടാണ്. അതിലും 4ാമത്തെ വട്ടമാണ് പൊന്നുമോനെ നിന്റെ വാപ്പയോട് കടമയുള്ളത് എന്ന് പറഞ്ഞതൊരിക്കലും റസൂലുള്ളാഹി പറഞ്ഞത് 300 രൂപ ഉമ്മക്ക് കൊടുക്കുമ്പോൾ 100 രൂപ വാപ്പയ്ക്ക് കൊടുത്താ മതിയെന്നല്ല. 1000 രൂപ വാപ്പയ്ക്ക് കൊടുക്കുമ്പോ 3000 രൂപ ഉമ്മക്ക് കൊടുക്കണമെന്നല്ല. പിന്നെ എന്താ? വാപ്പാക്ക് കഴിയാത്ത ഇല്ല. ശാസ്ത്രം എത്ര കുതിച്ചുയർന്നാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഒരു വാപ്പാക്കും കഴിയാത്ത 3 സംഗതികൾ ഉമ്മായിൽ നിന്ന് മാത്രമാണ് ലോകത്ത് സംഭവിക്കുക. അത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ സൂറത്തുൽ അഹ്ഖാഫ് അല്ലാഹു ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വാപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ മാത്രം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് 3 കടമകൾ 3 പദവികൾ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ സമ്മാനിച്ചത്. വാപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ആ 3 കാര്യങ്ങൾ ഖുർആനിലൂടെ വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ വാപ്പ ഷെയറാവൂല, അതിൽ വാപ്പ പാർട്ണറാവൂല, അതിൽ വാപ്പ ഒരിക്കലും അതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് ഉമ്മയ്ക്ക് മാത്രം സ്വന്തമാണ്, അത് ഉമ്മയ്ക്ക് മാത്രം സ്വാർത്ഥതയുള്ളതാണ്, അത് ഉമ്മാക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, അത് ഉമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വഴല് കേട്ടിട്ട് എഴുന്നേറ്റ് പോയാ പോരാ. ഉമ്മയോട് ആരെങ്കിലും അനാദരവോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് ആ കാൽപാദത്തിന്റെ ചുവട്ടിൽ നോക്കണം. അവിടെയാണ് സ്വർഗം, അവിടെയാണ് സ്വർഗം. അള്ളാഹു നമ്മുടെ മാതാവിനെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മായെ പൊന്നുപോലെ നോക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ പിന്നിൽ ഉമ്മാന്റെ ദുആ ഉണ്ടാകും. ലോകത്ത് ഇമാം ബുഖാരി തങ്ങൾ കാഴ്ച കിട്ടിയ സംഭവം നമുക്ക് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, എത്ര മഹാരഥന്മാരാണ്, എന്തിനേറെ ഇന്നത്തെ ഇരു ഹറമുകളുടെ മേധാവി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുദൈസ്, അദ്ദേഹത്തിന്റെ ഈ വലിയ വിജയത്തിന്റെ പിന്നിലും തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ദുആ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എല്ലാവരുടെയും ദുആ, അവരുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ഉമ്മയുടെ 2 കൈകളും 2 കണ്ണും 2 തുള്ളി കണ്ണീരും ഉണ്ടാകും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തില് അള്ളാഹു നമുക്ക് നൽകിയ ഒരു സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വാപ്പ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉമ്മയ്ക്ക് 3 പദവി. നിങ്ങൾ ആരും അതിന്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പാടില്ല. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? എടാ, ഉമ്മ ഒരിക്ക വിളിച്ചു പോകണം, 2ാമത് വിളിച്ചു പോകണം, 3ാമത് വിളിച്ചു പോകണം. വാപ്പയാണെങ്കിലോ ഒരിക്കൽ വിളിച്ചു പോണ്ട,
രണ്ടാമത് വിളിച്ചു പോണ്ട, മൂന്നാമത് വിളിച്ചിട്ടും പോണ്ട, നാലാമത് വിളിക്കുമ്പോൾ വാപ്പാക്ക് വിളിക്കുത്തരം കൊടുത്താൽ മതി. കാരണം നാലാമത്തെ പദവിയെ വാപ്പാക്കുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഉമ്മാക്ക് ജോലി ചെയ്തിട്ട് വന്നിട്ട് 3000 കൊടുക്കുമ്പോൾ വാപ്പാക്ക് 1000 കൊടുത്താൽ മതി, അങ്ങനാണോ? അങ്ങനല്ല. എന്തുകൊണ്ടാണ് 3 പദവിയും റസൂലുള്ളാഹി ഉമ്മയോടാണെന്ന് പറഞ്ഞത്? വാപ്പാക്ക് കഴിയാത്ത 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രം കഴിയുന്നു. അത് ഏതൊക്കെയാ മക്കളെ? പറയ്. ആ പറഞ്ഞോ. പപ്പടോ? പിന്നെ പ്രസവിക്കുക, പിന്നെ പാല് കൊടുക്കുക, പിന്നെ ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യം തൊട്ടിലെട്ടി തരുമോ? ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, നമ്മൾ പറയണ്ട, അള്ളാഹു തന്നെ പറയട്ടെ, അതിൽ വാപ്പാക്ക് പങ്കാകാൻ പറ്റും. നിങ്ങൾ പറയും ഞങ്ങളല്ലേ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്നത്. എടാ, നിങ്ങളില്ലെങ്കിൽ ഉമ്മ നിങ്ങളെ മക്കളെ വളർത്തും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലാത്തതിന്റെ പേരില് ഉമ്മ 2 പൊന്നുമക്കളെ കൈപിടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് യാചിക്കുകയാണ് തന്റെ മക്കളെ വളർത്താൻ. നമ്മളില്ലെങ്കിൽ നമ്മൾ കരുതും, ഹോ നമ്മളൊക്കെ ഗമാണിക്കുന്ന അങ്ങനെയാ. എന്താണ്? നമ്മളില്ലെങ്കിൽ പിന്നെ മക്കൾ എങ്ങനെയാ വളരുക? എടോ, വലിയ ആല് മുറിച്ചു കളഞ്ഞാലേ താഴെ നിൽക്കുന്ന ചെറിയ ആല് പൊങ്ങി വരൂ. ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ ആല് നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ചോല ഉണ്ടാകും, ഇതങ്ങോട്ട് കുരുടിച്ചു പോകണല്ലാതെ പൊങ്ങി വരൂല. അള്ളാഹു എത്ര സന്തോഷം, എത്ര ഹിക്മത്തോടു കൂടിയിട്ടാ മനുഷ്യരെ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും കരുതിയോ വാപ്പമാര് മരിച്ചുപോയ മക്കള് ഈ രാജ്യത്ത് വളരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, വളരുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 3 പദവികൾ ഉമ്മ കൊടുത്തല്ലോ. 3 കാര്യം പ്രത്യേകത ഉമ്മാക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ അതിൽ പങ്കാളിയാകുമെന്ന് പറഞ്ഞ് വാപ്പ മസലും പിടിച്ച് ഉരുട്ടി വെച്ചുകൊണ്ട് വന്നാൽ നടക്കുവോ? ഒരിക്കലും നടക്കില്ല. ഉമ്മാക്ക് മാത്രം കഴിയുന്ന 3 കാര്യം അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ ലുഖ്മാനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് നാം വസിയ്യത്ത് ചെയ്യുകയാ. അള്ളാഹുവിന്റെ വസിയ്യത്താ, പടച്ചതമ്പുരാന്റെ വസിയ്യത്താണ്. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. ഇത്രയും പറഞ്ഞിട്ടല്ല വാപ്പാന്റെ കഥയൊന്നും പറഞ്ഞില്ല. വാപ്പ പിക്കാസ് എടുത്തതിന്റെ കഥ പറയുന്നില്ല. വാപ്പ മൺവട്ടിയും മൺകോരിയും പിടിക്കുന്നതിന്റെ കഥ പറയുന്നില്ല. വാപ്പ അറബിക്കടൽ താണ്ടി പോയി പണിയെടുക്കുന്ന കാര്യം പറയുന്നില്ല. വാപ്പ ജീവിതത്തിൽ അരമുണ്ടിറുക്കി ഉടുക്കുന്നതിന്റെ കഥ പറയുന്നില്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞത്, ഉടനെ പറഞ്ഞത്, അവന്റെ ഉമ്മയാരാണെന്നറിയോ? ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ട് അവനെ 10 മാസം വയറ്റിൽ ചുമന്നതാണ്. വാപ്പയ്ക്ക് കഴിയാത്ത ഒരു സംഗതി ഒന്നാമത്തേത് വയറ്റിൽ ചുമക്കുക എന്നുള്ളതാണ്. വാപ്പ എന്ത് പണിയുമെടുക്കും, എന്ത് വേണോ കൊണ്ടു കൊടുക്കും, ഏത് വേണോ ചുമന്നു കൊണ്ട് കൊടുക്കും. ഒരു പൂ വേണമെന്ന് പറഞ്ഞാൽ പൂമരം കൊണ്ട് കൊടുക്കും. ഒരു ജലാശയത്തിലെ വെള്ളം വേണമെന്ന് പറഞ്ഞാ ആ ജലാശയം അടർത്തിയെടുത്തുകൊണ്ട് കൊടുക്കാൻ കഴിവുണ്ടാകും. പക്ഷേ ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ 2 കിലോ ഉള്ള, 2.5 കിലോ ഉള്ള, 3 കിലോ ഉള്ള, അതല്ലെങ്കിൽ പോകട്ടെ ഒരു ചെറിയ കുഞ്ഞിനെ ഒന്ന് വയറ്റിൽ ചുമക്കാ ഒരു ഉമ്മക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇതല്ലാഹു പറഞ്ഞതാ. രണ്ടാമത്തെ കാര്യമേതാ? അല്ലാഹു സൂറത്തുൽ അഹ്ഖാഫിലൂടെ പറയുകയാണ്, അവനെ വളരെ വേദനയോടെയാ പ്രസവിച്ചത്. രണ്ടാമത്തെ പദവി അല്ലാഹു പറഞ്ഞതെന്താണ്? പ്രസവമാണ്. 1 ഗർഭം ചുമക്കലാണ്, 2 പ്രസവമാണ്, മൂന്നാമത്തേതോ 2 വർഷം മുലപ്പാല് കൊടുക്കുന്നത് ഉമ്മയാണ്. വാപ്പാക്ക് മുലപ്പാല് കൊടുക്കാൻ കഴിയോ? മാതാവിനെ പ്രസവിക്കുന്ന വേദന സഹിക്കാൻ അല്ലാഹു അതിനുള്ള ശരീരശക്തി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ എത്രയോ ബലഹീനരാ നമ്മുടെ പെണ്ണുങ്ങള്. പക്ഷേ ചിന്തിക്കണേ, വാപ്പാന നട റോഡിൽ മലത്തിക്കിടത്തിയിട്ട് പള്ളയിലെ കത്തികുട്ടി കയറ്റിയാൽ വാപ്പ ചരിഞ്ഞു കിടക്കും. വാപ്പാടെ ഇരുഭാഗങ്ങളിൽ കത്തികുത്തി കയറ്റിയാൽ വാപ്പ കവിഴ്ന്ന് കിടക്കും. എന്തു വേദന വന്നാലും പുല്ലുപോലെ ഇടട്ട് കളയുന്ന വാപ്പ ഒരു പ്രസവ വേദന സഹിക്കാൻ വാപ്പയ്ക്ക് കഴിയില്ല. അത് ഉമ്മയ്ക്ക് മാത്രം സ്വന്തമാണ്. അല്ലാഹു പറഞ്ഞു മൂന്നാമത് 2 കൊല്ലം പാല് കൊടുക്കണമെന്നുള്ളത്. മുലപ്പാല് 2 വർഷം കൊടുക്കണമെന്നല്ല പറയുകയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അനിഷ്കുറുലീ വലിവാലിദൈക. വീണ്ടും അല്ലാഹു പറയുന്നു, എനിക്കും നിന്റെ മാതാപിതാക്കൾക്ക്
നിനക്കും നീ ശുക്ർ ചെയ്യണേ. ഇവിടെ ചിന്തിക്കണേ, ഖുർആൻ പഠിക്കണേ. ഖുർആനിൽ നിന്ന് അകന്നു പോയതാണ് മാതാവിനെ തള്ളി പറയുന്നത്. ഖുർആനിൽ നിന്ന് അകന്നു പോയതാണ് മാതാവിന്റെ കഴുപ്പ് വെട്ടി മുറിക്കുന്നത്. ഖുർആനിൽ നിന്ന് അകന്നത് കൊണ്ടാണ് മാതാവിന്റെ തലയിൽ ചിരവ് കൊണ്ടടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞതെന്താണ്? അനിഷ്കുർ ലീ വലിവാലിദൈക, എനിക്ക് നീ ശുക്ർ ചെയ്യണം, എനിക്ക് നീ നമ്മി രേഖപ്പെടുത്തണം. എനിക്ക് മാത്രം പോരാ, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ ഗുണം ചെയ്യണം. ഇതിന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു എനിക്ക് ഗുണം ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? എനിക്ക് ഗുണം ചെയ്തു, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്റെ ഗുണമൊന്നും വേണ്ട, നന്ദിയൊന്നും എനിക്ക് വേണ്ട. നിനക്ക് നിന്നെ സൃഷ്ടിച്ചതുപോലെ ഈ ലോകപ്പ് നീ കടന്നു വരുന്നതിന് കാരണക്കാരൻ നിന്റെ മാതാപിതാക്കളാ. അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യണം, എനിക്കും നീ ഗുണം ചെയ്യണം. അല്ലാഹ്ക്ക് ഗുണം ചെയ്യാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ അല്ലാഹുവിന് ഗുണം ചെയ്തിട്ടും കാര്യമില്ല, നന്ദി രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ 2 ആയത്തുകളിലൂടെ 3 ആയത്തുകളിലൂടെ 2 അധ്യായങ്ങളിലൂടെ അല്ലാഹു ഉമ്മക്കുള്ള മഹത്വത്തിന്റെ അളവ് പറഞ്ഞു. അത് 3 കാര്യമാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അപ്പാക്ക് പറ്റോ? 1 വയസ്സ് വരെ ഞാൻ കൊടുത്തില്ലേ, അതുകൊണ്ട് ഇക്കാ നിങ്ങൾ 1 വയസ്സ് കൊടുക്കും പാലെന്ന് പറഞ്ഞാൽ കവർ പാല് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനേ പറ്റൂ. മുലപ്പാല് കൊടുക്കാൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ, അത് വാപ്പാക്ക് കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയെയും കുട്ടിയെയും തള്ളയെയും പിള്ളയെയും വീടിനെയും കൂടെ ഒരുമിച്ചെടുക്കാനുള്ള ആരോഗ്യം വാപ്പാക്ക് ഉണ്ടാവും. പക്ഷേ ഇതിനെ ഒന്ന് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം വാപ്പയ്ക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഗർഭധാരണവും പ്രസവവും അതുപോലെ തന്നെ മുലപ്പാല് കൊടുക്കുന്നതും, ഈ 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രം പ്രത്യേകതയുണ്ട്. അതൊരിക്കലും വാപ്പാക്ക് കടയിക്കടത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 3 പദവികൾ അള്ളാഹു എന്ത് കൊടുത്തു? ഉമ്മയ്ക്ക് കൊടുത്തു. 4ാമത്തെ പദവിയാണ് വാപ്പാക്ക് കൊടുത്തത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പം കൂടെ ഒന്ന് കൂട്ടി വെച്ചേ മാസ്റ്റർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉമ്മയോടുള്ള കടമകൾ, നമ്മുടെ കടപ്പാടുകൾ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ വളർച്ചയുടെ പിന്നിൽ നമ്മുടെ ഉമ്മയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന 1ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ പഠിക്കുന്നവരല്ലേ നിങ്ങൾ? സുജൂദിൽ എന്താ നമ്മൾ ഓതേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. റുകൂഇലോ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇഅ്തിദാലിലോ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. അല്ലേ? ഇടയിലുള്ള ഇരുത്തത്തിലോ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് ഏതെങ്കിലും ഒരു സൂറത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? നിസ്കാരത്തിന് അപ്പുറം വേറൊരു ഇബാദത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു സൂറത്തില് ഈ പറയുന്ന ദുആകളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന, എന്തിനേറെ ഒരു ഉടമസ്ഥന്റെ മുമ്പിൽ ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. സുജൂദിൽ കിടക്കുമ്പോഴാണ് ഒരു അടിമ ഉടമസ്ഥനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്ന നിലത്ത് അന്തസ്സിന്റെയും ഇസ്സത്തിന്റെയും അടയാളമായ തല കൊണ്ട് കുനിച്ചു വെച്ച് പൃഷ്ഠഭാഗമാകുന്ന നമ്മളൊക്കെ വൃത്തികെട്ട അവയവമായി കണ്ടിട്ടുള്ളതിനെ തലയേക്കാൾ ഉയർത്തി വെക്കുന്ന സുജൂദ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയാണ്, അല്ലാഹുവേ നീയാണ് അത്യുത്തമൻ, നീയാണ് അത്യുന്നതൻ എന്ന് പറയുന്ന ആ സുജൂദിലുള്ള ദുആ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ ഹദീസിലാണ്. പക്ഷേ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം എങ്ങനെയാന്ന് ഖുർആൻ പറഞ്ഞു. ഉമ്മാക്ക് എങ്ങനെ ദുആ ഇറക്കണമെന്നുള്ളത് ഖുർആനിലൂടെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഉമ്മയോട് ഒരിക്കലും മോശമായി, വാപ്പയോടും അങ്ങനെ തന്നെ. ഉമ്മയായതുകൊണ്ട് ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയാണ്. വാപ്പയെ നിങ്ങൾ കൂട്ടി വായിക്കുക. ഒരിക്കലും ഉമ്മാനോട് മോശമായ ഒരു വാക്ക് നീ പറയാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട മാതാവിനോട് മോശപ്പെട്ട ഒരു വർത്തമാനം നീ പറയാൻ പാടില്ല.
നിങ്ങൾക്കറിയുമോ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലേ, ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലേ എന്ന് പറയുന്ന വാക്കിന്റെ ഗൗരവം നിങ്ങൾക്കറിയോ? എന്ന് പറയുന്ന വാക്കിന്റെ വ്യാപ്തി നിങ്ങൾക്കറിയോ? ഒരിക്കലും അല്ലാഹുവിന്റെ ഡിക്ഷണറിയിൽ ഉഫിനെക്കാൾ താഴ്ന്ന ഒരു വാക്കില്ലെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ ഉഫ് എന്ന് പറയുന്നതിനേക്കാൾ താഴ്ന്ന ഒരു വാക്ക് വേറെയില്ല. അല്ലാഹുവിന്റെ ഡിക്ഷണറിയിലെ ഏറ്റവും താഴേത്തട്ടിലുള്ള വാക്കാണ് അല്ലാഹു പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാല് മോശപ്പെട്ട രീതിയിൽ വാളുമെടുത്ത് കത്തിയുമെടുത്ത് കടാരയുമെടുത്ത് കമ്പിപ്പാറയെടുത്തിട്ട് ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് ഛേ എന്ന് പറയുന്നതല്ല. നമ്മൾ പറയുമല്ലോ, പക്ഷേ ഉമ്മാ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഉമ്മാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു, പക്ഷേ അത് മോശമായി പോയല്ലോ, പക്ഷെ നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ വാക്കാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. ഒരിക്കലും നിങ്ങൾ ഛേ എന്ന വാക്ക് പറയല്ലേ. എന്തുകൊണ്ടാ ചെറുപ്പക്കാരാ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് റസൂലുള്ള അങ്ങനെ പറഞ്ഞത്? പൊന്നുമോനെ, നിന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചതാരടാ? നിന്നെ ഈ വാക്സാമർത്ഥ്യമുള്ളവനാക്കി മാറ്റിയതാരാ? നീ ഒന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ, നിന്റെ നാവ് തിരിയാതെ വരുമ്പോൾ, നിനക്ക് വിക്കൊണ്ടെന്ന് മനസ്സിലാക്കുമ്പോ, നിന്റെ പാവപ്പെട്ട പൊന്നുമ്മയില്ലേ വയമ്പും ഇരട്ടി മധുരവും കൂടി അരച്ച് കലക്കിയിട്ട് നിന്റെ നാവിലേക്ക് തൊട്ടുവെച്ചിരുന്ന് എന്റെ മോന്റെ ശബ്ദം നല്ലതുപോലെ വരട്ടെ, എന്റെ പൊന്നുമോന്റെ നാവ് നല്ലതുപോലെ വഴങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഓരോ വാക്കുകളെ പഠിപ്പിച്ചിട്ടത് ഇന്നതാണ്. മോനെ, തല എവിടെയാടാ, പല്ലെവിടെയാടാ, കണ്ണെവിടെയാടാ, എല്ലാം നിന്നെ കൊണ്ട് പറയിപ്പിച്ച് എല്ലാ രീതിയിലും നിന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയെ ഒരിക്കലും നീ ഛേ എന്ന് പറയല്ലേ, നീ ഒരിക്കലും പുച്ഛത്തോടെ സംസാരിക്കല്ലേ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഇന്നെന്തു പറഞ്ഞാല് പറയുന്നതെന്താ? ഒരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ പറയുകയാ, ഇർശാദുൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാ, അടിമകളായ മുഴുവൻ ദാസന്മാരെയും നല്ല പാതയിൽ നടത്താനുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലൂടെ മഹാനവറുകൾ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾക്കറിയോ? മഹാനായ അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു, അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല അൻഹു ഒരു നാട്ടിൽ വരികയാ. ഈ പറയുന്ന കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ഇർശാദുൽ ഇബാദിലുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല അൻഹു ഒരു നാട്ടിൽ വരികയാ. ആ നാടിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ആ നാട്ടിലൊരു മക്ബറയുണ്ട്, ആ നാട്ടിലൊരു ഖബർസ്ഥാനുണ്ട്, ആ നാട്ടിലെ പൊതു ശ്മശാനമുണ്ട്. അവിടെ അടുത്താണ്. ആ സ്ഥലത്തേക്ക് ഒരു ദിവസം ആ മഹാനവറുകൾ എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നിങ്ങൾക്കറിയോ, അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല അൻഹു ആ ഖബർസ്ഥാനിന്റെ മുന്നിലേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് സഹോദരങ്ങളെ ഒരു ശബ്ദം കേൾക്കുകയാ. എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട് മഖ്ബറയുടെ അകത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവേ, ഒരു ഖബർ എങ്ങനെ പൊട്ടിമാറുകയാ. ആ ഖബർ എങ്ങനെ പൊട്ടിമാറിയിട്ട് ആ ഖബറിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങി വരികയാ. ഇത് വിശ്വസിക്കണേ, ഞാൻ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞല്ലോ, അവര് വെറുതെ കള്ളം പറയുന്നവരല്ല. പാഠം ഉൾക്കൊള്ളാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നന്നാകാനും വേണ്ടിയിട്ടാ സഹോദരങ്ങളെ ആ ഖബർ വിളന്നിട്ടൊരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മനുഷ്യന്റെ തല കഴുതയുടെ തല പോലെയാണ്. ആ ശരീരം മനുഷ്യന്റെ ശരീരം പോലെ തന്നെയാ. മനുഷ്യന്റെ ശരീരമോ കഴുതയുടെ തലയുള്ള ഒരു മനുഷ്യനാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവേ, അങ്ങനെ ആ മനുഷ്യനെ എഴുന്നേറ്റ് ഖബറിന്റെ പുറത്ത് വന്നിട്ട് 3 പ്രാവശ്യം നിലവിളിക്കുകയാണ്. ആ നിലവിളി എന്താ ശബ്ദമെന്നറിയോ? കഴുതയുടെ ശബ്ദം പോലെയാ, കഴുതയുടെ ശബ്ദം പോലെയാ. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കഴുതയുടെ ശബ്ദം പോലത്തെ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ആ മനുഷ്യനെ ഖബറിലേക്ക് തന്നെ പോവുകയാ. ആ ഖബർ അങ്ങ് പൂർവസ്ഥിതി പ്രാപിക്കുകയാ. ഈ ഖബർസ്ഥാന തൊട്ടടുപ്പൊരു കിഴവിയായ ഒരു വൃദ്ധയായ സ്ത്രീ ഇരുന്ന് നൂല് നൂറ്റുകൊണ്ടിരിക്കുകയാ. ആ സഹോദരി ഇങ്ങനെ നൂല് നോക്കുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് ചെന്ന് നിന്നു, പേടിച്ചു പോയി. മഹാനായ അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ഭയന്നു പോയി. ആ ഖബറിനകത്ത് നിന്ന്, ഖബറിന്റെ അടുത്ത് നിന്ന് ഓടി മാറിയിട്ട് ആ മാതാവിന്റെ ചാരപ്പ് ചെന്ന് നിൽക്കുമ്പോ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലയോ അവ്വാമേ,
ഈ പെണ്ണിനെ നിങ്ങൾക്കറിയോ? അറിയില്ല. ആ കബറിൽ നിങ്ങൾ കണ്ട ചെറുപ്പക്കാരനല്ലേ, ആ ചെറുപ്പക്കാരന്റെ ഉമ്മയാണിവര്. എന്താ സംഭവം എന്ന് വ്യക്തമായി ചോദിക്കുമ്പോൾ പറയുകയാണ്, ഈ ചെറുപ്പക്കാരൻ കള്ളുകുടിയനായിരുന്നു, മദ്യപാനിയായിരുന്നു. ദിവസവും കള്ളു കുടിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണേ, പടച്ചവനെ സൂക്ഷിക്കണേ. ഇലാ മതാ തശ്റബുൽ ഖംറ, നീ എത്ര നാള് കള്ളു കുടിക്കുമടാ, നീ എത്ര നാള് മദ്യപാനിയായി മാറുമടാ. അതുകൊണ്ട് പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേടാ എന്ന് പറഞ്ഞപ്പോ അവന് പെട്ടെന്ന് മറുപടി കൊടുക്കുന്നത് എന്തെന്നറിയോ? ഇന്നമാ അന്തി തൻഹഖിയന്ന കമാ യൻഹഖുൽ ഹിമാർ. തള്ളേ, നിങ്ങളെ കഴുത വിളിക്കും പോലെ വിളിക്കാതിരിക്കുവോ? സഹോദരങ്ങളെ, ഒരു തള്ളയോട് തന്റെ മകൻ പറഞ്ഞ വാക്കെങ്ങനെയാണ്? എന്താണ് ഉമ്മ ചെയ്തത്? പൊന്നുമോനെ, നീ അല്ലാഹനെ സൂക്ഷിക്കടാ, നീ കള്ളു കുടിക്കല്ലേ, എത്ര നാളെ കള്ളു കുടിക്കുമടാ, നീ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ മകന്റെ മറുപടി എന്താണ്? ഇന്നമാ അന്തു തൻഹഖിയന്ന കമാ യൻഹഖുൽ ഹിമാർ. നിങ്ങളുടെ ശബ്ദം കഴുതയുടെ ശബ്ദം പോലെയാ, കഴുത വിളിക്കും പോലെ, കഴുത കരയും പോലെ പറയല്ലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരനോട് അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറയുകയാണ്, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം അസ്റിന് ശേഷം അങ്ങ് മരണപ്പെട്ടു പോയി. ഒരു അസ്ർ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങ് മരിച്ചുപോയി. ആ മരിച്ചുപോയ ചെറുപ്പക്കാരനെ ആളുകൾ കൊണ്ട് അടക്കിയ സ്ഥലമാണ്. അന്ന് മുതൽ എല്ലാ ദിവസവും അസ്ർ കഴിയുമ്പോ കബർ പൊട്ടി പിളരാറുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കഴുതയുടെ തലയുള്ള മനുഷ്യന്റെ ഉടലോടുകൂടി കബറിന്റെ പുറത്ത് വന്ന് 3 വട്ടം കഴുതയെ പോലെ വിളിച്ചിട്ട് ആ മനുഷ്യനാ കബറിലേക്ക് അങ്ങ് മടങ്ങി പോകുമെന്ന സഹോദരങ്ങളെ ചിന്തിക്കണേ. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തേ കഴുത കരയും പോലെ കരയുന്നത്? എത്ര പൊന്നുമക്കളാണ് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, പട്ടി ഓരിയിടും പോലെ ഓരിയിടല്ലേ, നിങ്ങള് കാക്കക്കൂട്ടില് കല്ലിടും പോലെ അലക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പല ജീവികളുടെയും പക്ഷികളുടെയും പേര് പറഞ്ഞ് വിമർശിക്കുന്ന ചെറുപ്പക്കാരാ, ഒന്ന് ആലോചിക്കണേ, ഒന്ന് ചിന്തിക്കണേ. നാളെ നിന്നെ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ കബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്? മോശപ്പെട്ട ഒരു വാക്ക് പോലും നിന്റെ ഉമ്മയോട് നിനക്ക് പറയാൻ സാധിക്കരുത്. നിന്റെ ഉമ്മയെ നീ വേദനിപ്പിക്കരുത്. ഒരു വാക്ക് കൊണ്ടെങ്ങാനും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ വേദനിപ്പിച്ച, പൊന്നുമോനെ, നിന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച നിന്റെ ഉമ്മയാ, നിന്റെ സംസാരശേഷി നിന്നെ പഠിപ്പിച്ചത് ഉമ്മയല്ലേ. അതുകൊണ്ട് ഉമ്മയോട് ഒരിക്കലും മോശപ്പെട്ട വർത്തമാനം പറയാനോ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന വാക്കുപോലും പറയല്ലേ. അത് നിങ്ങളുടെ ഉമ്മക്കങ്ങ് വേദന വന്നാൽ, ഇന്ന് എത്രയോ മക്കളാണ് മാതാവിനെ തള്ളി പറയുന്നത്, എത്രയോ മക്കളാണ് മാതാവിന്റെ വയറ്റത്തിലേക്ക് കാലുകൊണ്ട് ചവിട്ടുന്നത്, എത്രയോ മക്കളാണ് മാതാവിന്റെ തലക്ക് ചിരവ കൊണ്ടടിക്കുന്നത്. കണ്ടിട്ടില്ലേ സഹോദരങ്ങള്? സ്വന്തം മാതാവിന്റെ കടുത്തറുത്ത മക്കളില്ലേ ഈ സാക്ഷര കേരളത്തില്, ദൈവത്തിന്റെ സ്വന്തം നാട്ടില്? നക്കാപ്പിച്ചക്ക് വേണ്ടി സ്വന്തം മാതാവ് ചുമന്നുകൊണ്ട് നടന്ന സ്ഥലത്ത് വെച്ച് മാതാവിന്റെ കടുപ്പിലേക്ക് കത്തിവെച്ച് കീറി മുറിച്ച മക്കളില്ലേ പ്രിയപ്പെട്ടവര്? എന്താ ചിന്തിക്കുക? ലോകത്ത് എന്തെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളോ എന്തെല്ലാം സജ്ജീകരണങ്ങൾ വന്നാൽ നിങ്ങൾക്കറിയോ? കേരളത്തിന്റെ അങ്ങേറ്റത്തെ കാസർഗോഡ് ജില്ല കഴിഞ്ഞാൽ മംഗലാപുരമാണ്. മംഗലാപുരത്തൊരു ഹോസ്പിറ്റലുണ്ട്, മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള മണിപ്പാലിലുള്ള ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചാണ് മംഗലാപുരത്തുള്ളത്. കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ എത്രത്തോളം ശാസ്ത്രത്തിന്റെ പുരോഗമനവും പുരോഗതിയും ഔന്നത്യവും ഉന്നതിയുമില്ല അവിടെ വ്യക്തമായി നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയിലൂടെ വാഹനം ഓടിച്ചു പോയ ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ പെട്ടപ്പോ അവന്റെ ലിംഗം തെറിച്ചു പോയി. ആ സന്ദർഭത്തിൽ അവനെ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോ കൈവിരലിൽ നിന്നൊരു വിരലെടുത്തിട്ട് ആ വിരൽ തുന്നിച്ചേർത്തുകൊണ്ട് ലിംഗമുണ്ടാക്കിയിട്ട് ഉദ്ധാരണശേഷി ഉണ്ടാക്കിയത് കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ ഡോക്ടറാണെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവര്. നട റോഡിലെങ്ങാനും മറിഞ്ഞു വീണിട്ട് ശരീരഭാഗങ്ങൾ
ഭാഗങ്ങൾ ചിഹ്നിച്ചു തെറിപ്പോയാ എവിടെ നിന്നെങ്കിലും വെട്ടിയെടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന രീതിയിൽ ശാസ്ത്രം പുരോഗമിക്കുമ്പോ ഹൃദയത്തിന്റെ വാൾവിന്റെ രോഗം പോലും ഹൃദയ സംബന്ധമായ രോഗം പോലും ഒരു ചെറിയ താക്കോൽ ഒരു കീഹോൾ ശസ്ത്രക്രിയയിലൂടെ മുഴുവനും ശരിയാക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തില് ഞാൻ വെല്ലുവിളിക്കുകയാ. എന്തെല്ലാം ശാസ്ത്രങ്ങൾ പുരോഗമിച്ചാൽ എവിടെയെല്ലാം ശാസ്ത്രം കുതിച്ചുയർന്നാൽ ഉമ്മാനെ മറക്കാതിരിക്കാൻ നിന്റെ പള്ളയിൽ അല്ലാഹു തന്ന ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ, പൊക്കിളുണ്ടല്ലോ, അതിനെ ഒന്ന് തുന്നിച്ചേർക്കാൻ ആ അടയാളം ഒന്ന് മാറ്റാൻ ലോകത്തൊരു സർജറിക്കും കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? നിന്റെ മാതാവിന്റെ വയറ്റത്തിലേക്ക് നീ കാലുകൊണ്ട് ചവിട്ടുമ്പോ, നിന്റെ മാതാവിന്റെ കഴുത്തിലേക്ക് ഷൂവിട്ട കാലുകൊണ്ട് അമർത്തി ചവിട്ടുമ്പോൾ പൊന്നുമോനെ നീ ഉമ്മാനെ മറന്നു പോകാതിരിക്കാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ നീ മറക്കാതിരിക്കാ. നിന്റെ പള്ളയിൽ അല്ലാഹു ഒരു സമ്മാനം തന്നിരിക്കുകയാണ്. അതാണ് പൊക്കിൽ കൊടി. മറക്കാൻ പറ്റുമോ? ഉമ്മായ മറക്കാൻ, വാപ്പായ ഓർക്കാൻ വേണ്ടി നമുക്ക് ആരെങ്കിലും അള്ളാഹു എവിടെയെങ്കിലും ഒരു അടയാളം തന്നിട്ടുണ്ടോ? ചിലര് വാപ്പായ കണക്കിരിക്കും. നമ്മൾ പറയുമല്ലോ തിരിച്ചറിയൽ കാർഡ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഉണ്ട് എന്ന് പറയുമല്ലോ. വാപ്പായ പോലെ ഇരിക്കും. ഇനി ഒരു ചെറിയ എന്തെങ്കിലും ഒരു വീഴ്ചയിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ കോലം അങ്ങോട്ട് മാറും. ചിലപ്പോ ജനിക്കുമ്പോൾ ഉമ്മായ കണക്കിരിക്കും, 5 വയസ്സ് കഴിയുമ്പോൾ വാപ്പാര കോലത്തിലാവും അല്ലേ? ചിലര് വാപ്പായ കണക്കിരിക്കും, ജനിക്കുമ്പോ 3 വയസ്സ് കഴിയുമ്പോൾ ഉമ്മാര കോലത്തിലേക്ക് മാറും. അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ വാപ്പായ മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഉമ്മായ മറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പള്ളയിൽ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ വയറ്റത്ത്, നമ്മുടെ വയറാണല്ലോ നമ്മുടെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളയിൽ അള്ളാഹു ഒരു അടയാളം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പെണ്ണ് ഗർഭിണിയാകുന്ന പ്രഗ്നന്റ് ആകുന്ന കാലയളവിൽ അവള് പിന്നെ മെൻസസ് ആവൂല, അവൾക്ക് പിന്നെ ആർത്തവരക്തം ഉണ്ടാവൂല. എന്താ സംഭവിക്കുന്നത്? അള്ളാഹു ഓട്ടോമാറ്റിക്കായി ഞരമ്പിനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പൊക്കളിലൂടെ അള്ളാഹു ഇറക്കി കൊടുക്കുകയാ. ആ ദുഷിച്ച രക്തം അള്ളാഹു ശുദ്ധ രക്തമാക്കിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അത് ഭക്ഷണമാക്കുന്നു. കുട്ടി വലുതായി 9 മാസം 10 ദിവസം കഴിഞ്ഞ ആ പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ ഞരമ്പോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാ ഡോക്ടർമാർ കട്ട് ചെയ്ത് ആ ഞരമ്പ് അകത്തേക്ക് പോകും. പിന്നെ ആ പെണ്ണ് വീണ്ടും പഴയതുപോലെ ആ പെണ്ണ് മെൻസസ്സുകാരിയാകുന്നു. എന്താ കാര്യം? ഈ പൊക്കിള് കൊടിയാണ് അവസാനം നമ്മുടെ പൊക്കിളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അടർത്തി മാറ്റുകയോ ചെയ്യുന്നത്. പക്ഷേ ആ അടയാളം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മാറ്റി ചരിത്രമുണ്ടോ? അതങ്ങനെ ഇരിക്കുമ്പോൾ വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അവിടെ തുന്നിച്ചേർക്കാൻ തയ്യാറാവോ? ഇല്ല. എന്താ കാര്യം? നീ എത്ര വളർന്നാലും നിന്റെ ഉമ്മാനെ മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിന്റെ പള്ളക്ക് തന്നതാണ്. അതുകൊണ്ട് മോശപ്പെട്ട ഒരു വാക്ക് പോലും നമ്മുടെ ഉമ്മായോട് നമ്മൾ പറയാൻ പാടില്ല, ഉമ്മായി ചവിട്ടാൻ പാടില്ല. കാരണം നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മൾ വലിയ കച്ചവടക്കാരായിരിക്കും, നമ്മൾ വലിയ ബിസിനസ്സുകാരായിരിക്കും, നമ്മൾ വലിയ വലിയ മേഖലകളിൽ എത്തപ്പെട്ടവരായിരിക്കും. പക്ഷേ അതിന്റെ ഒക്കെ പിന്നിൽ ആ ഉമ്മാന്റെ ദുആയാണ്, ഉമ്മാന്റെ ദുആയാണ്. നിങ്ങൾ നോക്ക്, ഏറ്റവും രസകരമായ ഖുർആന് പരിചയപ്പെടുത്തിയ ഒരു വലിയ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരുണ്ടെങ്കിൽ, തൊഴിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ടെങ്കിൽ, ഒന്നുമല്ലാത്ത കൂലിപ്പണിക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മായുടെ ഗുരുത്വ പൊരുത്തങ്ങൾ നേടിയിട്ട് വേണം നിങ്ങൾ കച്ചവടത്തിനിറങ്ങാൻ. ഈ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മളൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്ന എന്താണ്? എവിടെയൊക്കെ ആ പിടി വീണിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് വെള്ളമില്ല, 2 ആ വെള്ളമില്ലാത്തതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത് അല്ലേ? സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രതിസന്ധിയല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി. എല്ലാത്തിനും വില കൂടുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വില കൂടുന്ന ഒരു കാലം വന്നാൽ അത് അലാമത്തു സഅ, ലോകാവസാനത്തിന്റെ അടയാളമാണ്. എല്ലാത്തിനും വില കൂടുകയാണ് അല്ലേ? ഏതിനാ വില കൂടാത്തത്? വില കൂടാത്ത ഒന്നേ ഉള്ളൂ, അത് മുസ്ലിയാരുടെ ശമ്പളം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും കൂടിയല്ലോ, എല്ലാം കൂടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വില കൂടുന്നു. രാത്രി 12 മണിക്ക് ഡീസലിന് ഒരു വില. നേരം വെളുത്തതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന എല്ലാ 12 മണിക്കാണല്ലോ ഇപ്പൊ രാത്രി നടക്കുന്നത് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പി കയറുമ്പോഴാണ് അറിഞ്ഞില്ലേ രാത്രി 1 മണിക്ക് വില കൂടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വില കൂടുന്നു, സാമ്പത്തികമായി തകരുന്നു, കച്ചവടം നടക്കുന്നില്ല, പ്രതിസന്ധിയാണ്. എല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നമ്മൾ എല്ലാ സ്ഥലത്ത് പോയി അവിടെ പോയി നൂലോതി കെട്ടി ഇവിടെ പോയി നമ്മൾ കൂടോതി കെട്ടി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നല്ലോ. ഞാൻ അതിനെപ്പറ്റി എൻ്റെ നല്ല വശവും അതിൻ്റെ മോശവശവും ഒന്നും പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. അതിനുള്ള സമയമല്ല, എനിക്ക് അക്കാര്യം പറയേണ്ട കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ഇന്ന് വരെയെങ്കിലും ഒന്ന് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഉമ്മാന്റെ തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ പറയും, പെണ്ടാട്ടി വന്നിട്ട് പറയും, ഉമ്മ അറിയണ്ട, വല്ല പ്രശ്നമാണ് അല്ലേ, ഉമ്മ അറിയണ്ട, ഇതൊന്നും ഉമ്മാட்ட പറയണ്ട. ഭാര്യ പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങളല്ലേ അവര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് പ്രിയപ്പെട്ട മാതാവിനെ മറച്ചു വെച്ചിട്ട് നീ തുടങ്ങിയാൽ ഒരിക്കലും നിനക്കതിൽ ഗുണമുണ്ടാകൂല. ഒരിക്കലും നിന്റെ ഉമ്മയോളം ഒരു പെണ്ടാട്ടിയും ഒരു മക്കളും ഒരു കുടുംബവും ഒരാളും ഒരു കാമുകിയും നിന്റെ ഉമ്മയോളം സ്നേഹം ഉണ്ടായതായൂല. നമ്മുടെ ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്ന ലോകത്തൊരാളും ഉണ്ടാവൂല, കെട്ടിയോളും ഉണ്ടാവൂല, കെട്ടിയോനും ഉണ്ടാവൂല. അത് നിങ്ങൾ പഠിക്കണം. ആ ഒരു തത്വം നമ്മൾ പഠിച്ചിരിക്കണം. ഉമ്മയോളം ലോകത്തിന് ആര് വന്നാലും ആകില്ല. അതുകൊണ്ട് ആ ഉമ്മയോട് പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയോ ബനൂ ഇസ്രായേലികളിൽ ഒരാൾ ഉണ്ടായിരുന്നു, സ്വാലിഹായ മനുഷ്യനാണ്. ബനൂ ഇസ്രായേലുകളിൽ എല്ലാവരും പുകഴ്ത്തുന്ന, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാ, ആ മനുഷ്യന് രോഗം പിടിപെടുകയാണ്, ആ മനുഷ്യന് സക്കറാത്തിന്റെ ഹാലിലാ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മരണാസന്നനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ദീനീ ബോധമുള്ള ഒരു കുഞ്ഞു മകനുണ്ട്. ആ മകന്റെ വാത്സല്യമാണ്, ആ പൊന്നുമോനെ വാത്സല്യത്തോടെ ഒന്ന് തലോടാൻ ആ പ്രിയപ്പെട്ട പിതാവിന് ദീർഘനാള് കഴിഞ്ഞിട്ടില്ല. ആ പിതാവ് രോഗത്തിലേക്ക് നടക്കുകയാ, ആ പിതാവ് രോഗത്തിലേക്ക് നടന്നെടുക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് പ്രിയപ്പെട്ട പിതാവിന് ആകെയുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ, ആകെയുള്ള പൈതൃക സ്വത്തായി തന്റെ പൊന്നുമോനെ സമ്മാനിക്കാൻ ഒരു പശുക്കുട്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടിയുമായി അദ്ദേഹം അവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. താനങ്ങ് മരിച്ചുപോയാൽ, താനെ മരണപ്പെട്ടു പോയാൽ വിധവയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അനാഥനായ തന്റെ പൊന്നുമോനും മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പൊന്നുമോൻ എന്റെ ഭാര്യ അവന്റെ ഉമ്മയെ നല്ലതുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ട്. അവൻ നല്ല മോനാ, അവൻ നല്ല സ്നേഹമുള്ള മോനാ, അവന് വാത്സല്യമുള്ള മോനാ. അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ സംഭാവനയായി സമ്പത്തായി ആകെയുള്ള പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? അവിടെയുള്ള ഒരാളെയും വിശ്വാസമില്ല. ആ പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു കാടിന്റെ നടുക്കേക്ക് കൊണ്ടുപോവുകയാ, ഒരു കാടിന്റെ ചാരത്ത് കൊണ്ടുപോയി. അല്ലാഹുവേ, ആ കാടിന്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാ. എന്റെ പൊന്നുമോനെ വളർന്ന് വലുതാകുമ്പോ അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ നീ ഈ പശുക്കുട്ടിയെ സമ്മാനിക്കണേ അല്ലാ. എന്റെ പശുക്കുട്ടിയെ നീ എന്റെ പൊന്നുമോൻ എപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാടിന്റെ നടുവിൽ ചെന്നുകൊണ്ട് ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, പത്രേ, നിങ്ങൾക്കറിയുമോ സഹോദരങ്ങള്, ശ്രദ്ധയോടെ ഈ ചരിത്രം ഒന്ന് കേൾക്കണേ. മഹാനായ ആ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന സാത്വികനായ വിശുദ്ധനായ മനുഷ്യനാ. തന്റെ പൊന്നുമോന് പൈതൃക സ്വത്തായി കൊടുക്കാനുള്ള പശുക്കുട്ടിയെ കാടിന്റെ നടുവിൽ കൊണ്ടുവിടുകയാ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ മരണപ്പെടുകയാ. വാപ്പയില്ലാത്ത പൊന്നുമോനെ വളർന്നു വരികയാ. ഭർത്താവില്ലാത്ത വിധവയായ വൈദവ്യം പേരിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പൊന്നുപോലെ മോനെ വളർത്തുകയാ. ആ മകന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, അലട്ടലില്ലാതെ പൊന്നുമോനെ വളർത്തി വലുതാക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നെ സംഭവിച്ചതെന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട പൊന്നുമോനങ്ങ് വലുതായി. ആ പൊന്നുമോന് പാതിരാത്രി മുഴുവനും കിടന്ന് ഉറങ്ങൂല. രാത്രി 3 ആ മകനങ്ങ് ഭാഗിക്കാൻ തുടങ്ങി. അതിൽ ഒരു സമയം കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്ന സ്വഭാവമാ. രണ്ടാമത്തെ സമയം എന്ത് ചെയ്യുമെന്നറിയോ? തന്റെ പൊന്നുമ്മാന്റെ ചാരത്ത് വന്ന് ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുകയാ, ഉമ്മാക്ക് സേവനമനുഷ്ഠിക്കുകയാ. അതിൽ ഒരു ഭാഗം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. രാത്രി 3 ഭാഗിച്ചിട്ട്, ഇന്ന് സഹോദരിമാരെ നിങ്ങളും അങ്ങനെയല്ലേ? ഒന്ന് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കോ, മറ്റൊന്ന് നിങ്ങളുടെ കാമുകന് വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ ഒരു ഭാഗം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ചാറ്റിങ്ങിലാണ്, മറ്റുള്ള സംവിധാനങ്ങളിലാ. പക്ഷേ ഈ മനുഷ്യനെന്ത് ചെയ്തെന്നറിയോ? സ്വാലിഹായ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയതിനു ശേഷം ഈ പൊന്നുമോന് വളർന്നു വലുതായി.
ആ പൊന്നുമോൻ പാതിരാത്രി 3 ഭാഗിക്കുകയാ. അതിൽ ഒരു ഭാഗം ഇബാദത്തെടുത്തു, ഒരു ഭാഗം ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു, ഒരു ഭാഗം ആ പൊന്നുമോന് ഉറങ്ങുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ കോടാലിയും എടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടുകയാ. ആ വിറക് വെട്ടിയിട്ട് കിട്ടുന്ന സമ്പാദ്യം മാർക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടുന്ന സമ്പാദ്യമുണ്ടല്ലോ, അതിനെ 3 പകുക്കുകയാണ്. 3 ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം സ്വതക്ക കൊടുക്കും, ഒരു ഭാഗം ഉമ്മാന് കൊടുക്കും, ഒരു ഭാഗം തനിക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല യുവാവായി മാറുന്ന സമയത്ത് ഉമ്മ വിളിക്കുകയാണ്, പൊന്നുമോനെ, നിന്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയിട്ടൊരു പശുക്കുട്ടിയെ പൈതൃക സ്വത്താക്കി മാറ്റി വെച്ചിരിക്കുകയാ. ആ പശുക്കുട്ടി ഇന്ന കാട്ടിലുണ്ട്, ഇന്ന കാട്ടിലാണ് ആ പശുക്കുട്ടി ഉള്ളത്. അതുകൊണ്ട് പൊന്നുമോനെ, നീ ആ കാട്ടിൽ ചെല്ലുക, എന്നിട്ട് ആ പശുക്കുട്ടിയെ വിളിക്കുക. ഇബ്രാഹിം നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, യാക്കൂബ് നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, അതുപോലെ ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കിയിട്ട് നീ വിളിക്കണേ. നിന്റെ അടുക്കലേക്ക് ആ പശുക്കുട്ടി ഓടി വരും, ഒരു സംശയവും വേണ്ട. നിനക്ക് തിരിച്ചറിയാനുള്ള ഒരു അടയാളം കൂടി ഞാൻ പറഞ്ഞു തരാം. ആ തിരിച്ചറിയാനുള്ള അടയാളം പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോനെ, നീ ആ പശുക്കുട്ടിയിലേക്കൊന്ന് നോക്കുമ്പോ നിന്റെ കണ്ണ് വല്ലാതെ മനോഹരമായി മാറുന്നതാ. ആ പശുക്കുട്ടിയുടെ തോലിൽ, ആ പശുക്കുട്ടിയുടെ മാംസത്തിൽ നിന്ന് നിനക്ക് പ്രതിബിംബം കാണാം. സൂര്യന്റെ രശ്മികള് ആ പശുക്കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജ്വലിക്കുന്നതായി നിനക്ക് കാണാം. അങ്ങനെയുള്ള അടയാളമുള്ള പശുക്കുട്ടിയാ. അതുകൊണ്ട് നീ ചെന്ന് വിളിക്കണേ, തിരികെ കൊണ്ടുവരണേ. അത് നിന്റെ ഉപ്പ നിനക്ക് സമ്മാനിച്ചതാണ്, സംഭാവന നൽകിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും പൊന്നുമോനെ ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് നീ യാത്ര ചെയ്യാൻ പാടില്ല. ഒരു ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാ. സഹോദരങ്ങളെ, ആ പൊന്നുമോന് കാടിലെത്തുകയാ. എന്നിട്ട് ആ കാടിന്റെ ചാരപ്പ് നിന്നുകൊണ്ട് ആ പൊന്നുമോന് വിളിച്ചു, അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ സംരക്ഷകനായ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് വേണ്ടി മാറ്റിവെച്ച പൈതൃക സ്വത്തായ ഈ പശുക്കുട്ടി എനിക്ക് നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പശുക്കുട്ടിയെ വിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടി ആ മനുഷ്യന്റെ നേരെ ഓടിയെടുക്കുകയാ. എന്നിട്ട് ആ പശുക്കുട്ടി വന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തുകയാ. സഹോദരങ്ങളെ, എന്നിട്ട് പറഞ്ഞു പത്രേ, ആ പശുക്കുട്ടി പറഞ്ഞു പത്രേ, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇതിന്റെ ചരിത്രങ്ങൾ കാണാം. ആ പശുക്കുട്ടി പറഞ്ഞു പത്രേ, എന്റെ മുതുകത്തൊന്ന് കയറുമോ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാ. ആ സമയത്ത് ആ പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ? ഇല്ല, എന്റെ ഉമ്മ അതിന് അനുവാദം തന്നിട്ടില്ല. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറല്ലേ എന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അതിന്റെ പുറത്ത്, നിന്റെ പുറത്ത് കയറൂല എന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ പ്രിയപ്പെട്ട തൃപ്തി കരസ്ഥമാക്കിയ പൊന്നുമോനോട് ആ പശുക്കുട്ടി പറഞ്ഞതെന്തെന്നറിയോ? നീ അറവാ എന്റെ പുറത്ത് കയറിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിന്നെ ഞാൻ പരിശോധിച്ചതാണ്, നിന്നെ പരീക്ഷിച്ചതാ എന്ന് പറഞ്ഞ് പശുക്കുട്ടി മറുപടി കൊടുത്തപ്പോ ആ പശുക്കുട്ടിയും പിടിച്ചുകൊണ്ട് നേരെ മകനെ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത്. ആ സമയത്ത് മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, പാതിരാത്രി മുഴുവനും ഇബാദത്തെടുത്ത് ഉറക്കമുളച്ചിട്ട് നേരം വെളുത്ത് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി, അങ്ങാടിയിൽ കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുപോയി, മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നീ ക്ഷീണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പശുവിനെ നീ മാർക്കറ്റിൽ കൊണ്ടുപോയി 3 ദീനാറിന് വിൽക്കണം. എന്നിട്ട് നീ നല്ലതുപോലെ ജീവിക്കാൻ തയ്യാറാകു. സഹോദരങ്ങളെ, 3 ദീനാറിന് വിൽക്കാൻ ഉമ്മാന്റെ അനുവാദം കിട്ടിയപ്പോ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് പശുക്കുട്ടിയുടെ കയറ് പിടിച്ചിട്ട്, പശുക്കുട്ടിയുടെ പെടലി പിടിച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, 3 ദീനാറിന് വിൽക്കുമ്പോൾ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകണേ വിൽക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകല്ലേ പൊന്നുമോനെ. സഹോദരങ്ങളെ, ആ മകനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന്, മാർക്കറ്റിൽ കൊണ്ടുവന്ന് പശുവിനെ പ്രദർശിപ്പിക്കുകയാ. ഒരാൾ വരുന്നു. ആരാ വന്നതെന്നറിയോ? അല്ലാഹുവേ, അവന്റെ മാലാകമാരിൽ ഒരു മാലാകയെ, അവന്റെ മലക്കുകളിൽ ഒരു മലക്കിനെ, അവന്റെ അംലാക്കുകളിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു വേഷം മാറ്റി വിട്ടു. വേഷപ്രച്ഛന്നനായി ആ മലക്ക് തന്നെ
മകന്റെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്ന മോനെ ഈ പശുക്കുട്ടിയെ വിൽക്കുന്നുണ്ടോ? അതെ വിൽക്കാം. എത്ര രൂപ വേണം? 3 ദീനാറ് വേണം. പക്ഷേ എന്റെ ഉമ്മാന്റെ തൃപ്തിക്കാ, എന്റെ ഉമ്മാടെ തൃപ്തിയാണ് 3 ദീനാറ്. ആ തൃപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു 3 ദീനാറ് തന്നാ ഞാൻ തരാ. ആ സമയത്താണ് ഈ വന്ന മനുഷ്യന് വേഷം മാറി വന്ന മലക്കായി വന്ന മനുഷ്യനായി വന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുകയാണ്, വേഷം മാറി വന്ന മനുഷ്യൻ പറയുകയാ, നിനക്ക് ഞാൻ 6 ദീനാറ് തരാ, നീ വിൽക്കുന്നുണ്ടോ? 6 ദീനാറ് നിനക്ക് തരാ, നീ വിൽക്കുന്നുണ്ടോ? ആ സമയത്ത് ആ മകന്റെ മറുപടി എന്തെന്നറിയോ? ലൗ അഅ്തൈതനീ വസ്നഹാ ദഹബാ, ഇതിന്റെ അളവനുസരിച്ച് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ലമ്മാഖിദുഹു ഇല്ലാ ബിരിളാ ഉമ്മീ, എന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ ഞാനത് വാങ്ങില്ല, എനിക്കത് വേണ്ട. എന്റെ ഉമ്മ പറഞ്ഞതുപോലെ 3 ദീനാർ എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ മലക്ക് പറഞ്ഞു 6 ദീനാറിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാം, പക്ഷേ നിന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ വാങ്ങണം പറ്റുമോ? ഇല്ല. ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ. ഈ പശുക്കിടാവിനെയും പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകന് വീട്ടിൽ വരികയാ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഒരാൾ 6 ദീനാറ് തരാമെന്ന് പറയുന്നു, ലാഭമല്ലേ, കൊടുക്കട്ടെ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ 6 ദീനാറ് നീ കൊടുക്കണേ, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം. ഒരിക്കലും എന്റെ അതൃപ്തിയിലൂടെ നീ വിൽക്കാൻ പാടില്ല. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, വലിയ വലിയ ബിസിനസ് നടത്തുന്നവരെ, വലിയ വലിയ കച്ചവടം നടത്തുന്നവരെ, അതിന്റെ ലാഭത്തിന്റെ നട്ടത്തിന്റെ മുതലിന്റെ കണക്കുകൾ, ഭാര്യയോട് സംഭാവന നൽകുന്ന കണക്കുകൾ പറഞ്ഞ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുമ്പോ നിങ്ങളെ പെറ്റ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 1 രൂപ പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ ആളുകൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഗുളിക വാങ്ങുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ തൃപ്തിയില്ലാതെ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുത്തിയാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അതിൽ ബറക്കത്തുണ്ടാകൂല. ഉമ്മാന്റെ സന്തോഷത്തിന്റെ, ഉമ്മാന്റെ ആശംസയുടെ, ഉമ്മാന്റെ ആശീർവാദത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ തലോടലില്ലാതെ നമുക്കൊരു ജീവിതത്തിന്റെ വിജയം സ്വപ്നം കാണണ്ട. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നുമോനെ 6 ദീനാറിന് വിറ്റോ പ്രശ്നമല്ല, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം വിൽക്കേണ്ടത്. ആ മകന് പശുക്കിടാവിനെയും കൊണ്ട് ഓടുകയാ. അവിടെ വന്നപ്പോഴേക്കും ആളിനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോൾ വീണ്ടും ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കുന്നുണ്ടോ? അതെ കൊടുക്കാം. 6 ദീനാറ് എന്റെ ഉമ്മ സമ്മതിച്ചിരിക്കുകയാ, എന്റെ ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുത്തോളാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, 12 ദീനാറ് തന്നാ കൊടുക്കുവോ? 12 ദീനാറ് ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിന്റെ ഉമ്മാന്റെ തൃപ്തിക്കാകാൻ പാടില്ല. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഈ തൂക്കത്തിന് സ്വർണം തന്നാൽ, ഈ പശുവിന്റെ അളവിന് തൂക്കത്തിന് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ലമ്മാഖിദുഹു ഇല്ലാ ബിരിളാ ഉമ്മീ, എന്റെ ഉമ്മാന്റെ തൃപ്തിക്കല്ലാതെ ഞാൻ സ്ഥാനം കൊടുക്കില്ല. ആ പൊന്നുമോന് പശുവിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരികയാ. എന്നിട്ട് ചോദിച്ചു, ഉമ്മ 12 ദീനാറ് തരാമെന്ന് പറയുന്നു, കൊടുക്കണോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ ആ വന്നത് കച്ചവടക്കാരനല്ല, ആ വന്ന കച്ചവടക്കാരനല്ല, മലക്കാണ്, മലക്ക. അതുകൊണ്ട് ചോദിക്കടാ പൊന്നുമോനെ, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന്, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്ക്. ഓടിച്ചെന്നു. മാർക്കറ്റിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വേഷപ്രച്ഛന്നനായ മലക്ക് അവിടെയുണ്ട്. ചോദിച്ചു, പൊന്നുമോൻ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുമ്മ ചോദിക്കുകയാ. നിങ്ങൾ എനിക്ക് മനസ്സിലായി ആരാണെന്ന് എനിക്കറിയാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരുമോ? എന്റെ ഉമ്മ ചോദിച്ചു, കൊടുക്കണോ വേണ്ടയോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കൊടുക്കരുത്, ഈ പശുവിനെ ഇപ്പൊ കൊടുക്കാൻ പാടില്ല. ഈ പശുവിനെ തേടിയിട്ട് മൂസാ നബിയുടെ കാലം വരുമ്പോൾ, മൂസാ നബിയുടെ കാലത്ത് ഈ പശുവിനെ തേടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ആള് വരും. അന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഈ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ തോൽ നിറച്ച് നിങ്ങൾക്ക് ദീനാറ് കിട്ടിയാലല്ലാതെ കൊടുക്കരുത്. പശുവിന്റെ തോലഴിച്ചിട്ട് ആ പശുവിന്റെ അന്ന് പിന്നാരും ഭരിക്കാനൊന്നുമില്ല. പശുവിന്റെ തോലഴിച്ചാൽ, എന്റെ സഹോദരങ്ങളെ, പശുവിന്റെ തോലഴിച്ചിട്ട് തോലുരിച്ചിട്ട് ആ തോല നിറയെ നിങ്ങൾക്ക് ദീനാറ് തന്നാൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മകനോട് വീട്ടിൽ ചെന്നുമ്മയോട് കാര്യം പറഞ്ഞു. കാലങ്ങൾ ഇടഞ്ഞു നീങ്ങി. നിമിഷങ്ങളെ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളുമായി, വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആ നാട്ടിലൊരു സംഭവം ഉണ്ടായി.
ശ്രദ്ധയോടെ കേൾക്കണേ. ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം, ഏത് തഫ്സീറുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകളിൽ വരികയാ. ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കണേ. ആ സമയത്ത് അവിടെ ഒരു കൊലപാതകം നടന്നു, ഒരു വലിയ കൊലപാതകം നടന്നു. ആ കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്തേ മൂസാ, നിനക്കൊന്ന് റബ്ബിനോട് പറഞ്ഞൂടെ, എന്താണ് ഞങ്ങൾ ഈ കൊലയാളിയെ കണ്ടെത്താനുള്ള മാർഗം? ഞങ്ങൾക്ക് ആളിനെ കിട്ടണം. എന്താ വേണ്ടതെന്ന് പറയുമോ മൂസാ? ഒന്ന് പറയുമോ? ഞങ്ങളുടെ കൊലയാളിയെ കണ്ടെത്തണം. മൂസാ നബി റബ്ബുമായി സംഭാഷണം നടത്തി. അല്ലാഹു മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്ക് വഹി കൊടുത്തു. എന്താ വേണ്ടതെന്ന്, എന്താ പറഞ്ഞത്? വഇദ ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറ. അന്നത്തെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, നിങ്ങളൊരു പശുവിനെ അറുക്കുക. അന്ന് കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പശുവിനെ അറുത്തു. ഇന്ന് പശുവിനെ അറുക്കുന്നവനെ മറ്റുള്ളവർ കൊല ചെയ്യുന്നു, അല്ലേ? അങ്ങനെയല്ലേ? എല്ലാം തിരിഞ്ഞു വരെയല്ലേ കാലങ്ങള്. പണ്ടൊക്കെ 2 മണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പാപ്പ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഉള്ളം കയ്യിൽ ഉമ്മാമ കൊണ്ടുവച്ചു കൊടുക്കും. എന്തായിരുന്നു? വല്ലിപ്പ ഭക്ഷണം കഴിച്ച് റാഹത്തായി ഉച്ച സമയത്ത് വീടിന്റെ കോലായില് ചാരകസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി വരുമ്പോ വല്യമ്മ കൊണ്ട് കൊടുക്കുന്ന എന്തായിരുന്നു? ഇവിടെ എന്താ കൊടുക്കുക? ഞങ്ങളുടെ നാട്ടിലൊക്കെ വെറ്റില ഇടിച്ചിട്ട് നല്ലതുപോലെ സൈസാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വല്യപ്പാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. അത് വായിലേക്ക് തട്ടിയിട്ടാ പോയി കിടക്കുക. ഇന്നോ 2 മണിക്ക് ആഹാരം കഴിച്ച് ചാരകസേരയിലേക്ക് വരുന്ന പിതാവിന്റെ കയ്യിൽ തള്ള കൊണ്ട് കൊടുക്കുന്നത് ഒരു 10-20 ഗുളികയാണ്. അത് വായിലേക്ക് തട്ടി വെള്ളവും കുടിച്ചിട്ട് പോയി അങ്ങോട്ട് ചുരുണ്ട് കിടക്കുകയാണ്, അല്ലേ? കാലം എല്ലാം പുരോഗമിച്ചില്ലേ? കാലങ്ങൾ മാറി മാറി വരികയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പശുവിനെ നിങ്ങൾ അറുക്കാൻ പറഞ്ഞു. ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് ചോദിച്ചു, ആ തത്തഖിദുനാ ഹുസുവ, ഞങ്ങളെ കളിയാക്കുകയാണോ? ഒരാൾ മരിച്ചതിന്റെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെട്ടവന്റെ കൊലയുടെ ഉത്തരവാദിത്വം കൊലയാളി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ വേറൊരു കൊല നടത്താൻ പറയുകയോ? അത്ഭുതമല്ലേ? കളിയാക്കുകയാണോ? ആ സമയത്ത് പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ എങ്ങനത്തെ പശുവിനെയാണ്? എങ്ങനെയുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിലുൻ വലാ ബികുറുൻ അവാനും ബൈന ദാലിക. മൂസാ നബി പറഞ്ഞു, വലിയ പ്രായം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ തീരെ പ്രായം കുറവാകാൻ പാടില്ല. നല്ല ഒത്ത പ്രായമുള്ള ഒരു പശുവിനെ അറുക്കണം. അവരങ്ങ് അറുത്താൽ മതിയായിരുന്നു ഏതെങ്കിലും പിടിച്ചിട്ട്. പക്ഷെ ഇല്ല, അങ്ങനെ ഇറക്കാൻ പറ്റൂല. അള്ളാഹു എല്ലാം ഹിക്മത്ത്, അള്ളാഹുവിന്റെ തന്ത്രം, പടച്ചതമ്പുരാന്റെ യുക്തി ഓരോ ഭാഗങ്ങളിൽ അവൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇവര് വന്നിട്ട് ചോദിച്ചു, എങ്ങനത്തെ പശുവാ? ഒന്നുകൂടെ പറയോ? ഇവരെ അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹു ഡിമാൻഡ് വെച്ചിരുന്നു. രണ്ടാമത് അവര് ചോദിച്ചു, ഖാലൂ എങ്ങനെയുള്ള പശുവാണ്, ഏത് നിറമാണ്? മഞ്ഞ നിറത്തിലുള്ള ഒരു പശുവാണ്. കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന മനോഹരമായ നയനാനന്ദകരമായ ഒരു പശുവിനെ ഇറക്കണം. അവര് ചോദിച്ചു, എന്താണെന്ന് ഒന്നുകൂടെ പറയോ? പിന്നെങ്ങനെയുള്ളതാ? ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം പ്രശ്നമാണ്. ചേകന്നൂര് മൗലവിയെ പഠിക്കുന്ന സമയത്ത് ചേകന്നൂര് മൗലവിയോടൊപ്പം പഠിച്ച പലരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, വലിയ പണ്ഡിതന്മാരായി, അല്ലേ? ചേകന്നൂര് മൗലവി പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾ ആ പറഞ്ഞതിന് തെളിവ് വല്ലതുകൊണ്ടോ? തെളിവ് പറഞ്ഞു കൊടുക്കും. ചോദിക്കും, അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറയും. അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറഞ്ഞു. അവസാനം ദറസ് എടുക്കാൻ സമ്മതിക്കാതെ തെളിവ് ചോദിച്ചിരുന്നു. ഉസ്താദ് അവസാനം പറഞ്ഞു, എടാ കഴുതേ, നിന്റെ കാര്യത്തിലും ഒരു തെളിവില്ലാതെ പോകും. ഇന്നും തെളിവില്ലാത്തൊരു കേസ് അതല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
കുരുത്തക്കേടാ. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്ത കാര്യം നടക്കുമായിരുന്നു. പക്ഷെ ഇവർ ഇങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ കിട്ടിയതെന്നറിയോ? എന്തുകൊണ്ടാ കിട്ടിയത് അത് പറഞ്ഞുതരാം. ഇത്രയും നിബന്ധനകൾ വെച്ചിട്ടും ആ പശുക്കുട്ടി അവർ കണ്ടെത്തിയതിനൊരു കാരണമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അവിടെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പിന്നെ എങ്ങനെയുള്ളതാണ്? അള്ളാഹു പറയുന്നു, ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂ. അവിടത്തെ ജൂതന്മാര് പറഞ്ഞതെന്താണ്? സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലുകൾ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാ കണ്ടെത്തും. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ അവസാനത്തെ ഡിമാൻഡ് ഇതാണ്. ഒരിക്കൽ പോലും കൃഷിയിടങ്ങളെ ഉഴുതുമറിക്കാനും വെള്ളം നനയ്ക്കാനും ഉപയോഗിച്ചതാകാൻ പാടില്ല. പാടത്ത് പണിക്ക് വേണ്ടി ഇറക്കിയതാകാൻ പാടില്ല. അതുപോലെ തന്നെ ലാ ശിയത ഫീഹാ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത, ഒരു അടയാളം പോലും ഇല്ലാത്ത നല്ല മനോഹരമായ ഒന്നിനെയാണ് അറുക്കേണ്ടത്. സഹോദരങ്ങളെ, ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അങ്ങനെ ഒരു പശുവിനെ നോക്കി നടന്നു. എന്തൊക്കെയാണ്? കൂടുതൽ പ്രായമാകാൻ പാടില്ല, തീരെ പ്രായം കുറയാൻ പാടില്ല, മഞ്ഞ നിറമാകണം, കാണാൻ നല്ല മനോഹരമാകണം, കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതാകാൻ പാടില്ല, ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിബന്ധനകൾ ഒത്ത് അവസാനം അവർക്കത് കിട്ടി. എന്താ കിട്ടാനുള്ള കാരണം? എന്താ കാരണം? നമുക്കില്ലാതെ പോയ കാര്യം അതാണ്. അവര് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുമെങ്കിൽ ഞങ്ങളത് കണ്ടെത്തും. ആ ഒരു വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരൊറ്റ വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെന്താ പറയാ? നാളെ കല്യാണം, ഞാൻ അങ്ങത്തേക്ക് രാവിലെ 10 മണിക്ക് ഞാൻ എത്തും. പിന്നെയാണ് അറിയുന്നത് 12 മണിക്കും എത്തിയില്ല. എന്താ? ബൈക്കിൽ നിന്ന് വീണ് 2 കൈയും കാലും വെച്ച് കെട്ടി വീട്ടിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഇവൻ ഉറപ്പുകൊടുക്കാനാരാ? ഞാൻ അങ്ങത്തേക്ക് നോക്ക, നീ പൊക്കി ആളെയാ, നീ അങ്ങെത്തിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നു. 6 ദിവസം കഴിഞ്ഞാലും വീട്ടിലെത്തൂല. കാരണം എന്താണ്? യവനങ്ങ് എത്താമെന്ന് പറഞ്ഞു. അള്ളാഹ് ചിന്തിച്ചു, എന്നാ യവൻ എത്തണ കാണണം. അള്ളാഹു ചിന്തിച്ചു, യവനൊന്ന് എത്തുന്നത് കാണണം. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും നമ്മുടെ വായിൽ വരേണ്ടത് ഇൻഷാ അല്ലാഹ്, ഞാൻ അങ്ങെത്തിയേക്കാം, ഉറപ്പായിട്ട് അവിടെ എത്തും. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാവും. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണ്ടേ? ഇവിടെ നോക്ക്, അവര് കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഇങ്ങനെയുള്ള പശുക്കുട്ടിയെ തെരഞ്ഞു നടക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയുടെ കയ്യിലുള്ള പശുക്കുട്ടി ഈ വിശേഷണങ്ങൾ ഒത്ത പശുവാണ്. അങ്ങനെ ചെന്നു, പറഞ്ഞ തുക കൊടുത്തു. എന്താ പറഞ്ഞ തുക? പശുവിനെ നിങ്ങൾ അറുത്തോളിൻ, അറുത്തിട്ടതിന്റെ തുകൽ നിറച്ച് എനിക്ക് ദീനാറ് തരണം. അത്രയും ദീനാറ് കൊടുത്തു. ആ പശുക്കുട്ടിയുടെ വാലുകൊണ്ട് കൊല്ലപ്പെട്ട ആളിന്റെ ശരീരത്തിൽ അടിച്ചു. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ സഹോദരന്റെ മകൻ ഇന്നവനാണ് എന്നെ കൊന്നത്. ആ കൊലയാളിയെ, ആ കൊലപാതകം നടന്ന നാട്ടിൽ തിരിച്ചറിയാൻ ഈ പശുക്കുട്ടി കാരണമായി. ഈ പശുക്കുട്ടിയുടെ പേര് അൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ മകന്റെ കയ്യിലിരുന്ന ഈ പശുക്കുട്ടി കാരണമാണ് എന്ന് മുഫസ്സിരി പറയുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ പശു എന്നാണ് അർത്ഥം. കാരണം എന്താ? അതിനകത്ത് പരാമർശിക്കുന്നത് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട മകന്റെ ചരിത്രം പറയുന്ന, ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച മകൻ. അവൻ ആരായി? 3 ദീനാറിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ പശുക്കുട്ടിയെ ആ തുകൽ നിറച്ചു കിട്ടിയ ദീനാറിനെ വിറ്റു സാമ്പത്തികമായ ലാഭം കൈയാളിയ ആ മകന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മായുടെ തൃപ്തിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല കച്ചവടം നടത്തുന്നവരായിരിക്കും. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മയോട് പറയണം, ഉമ്മ, ഞാൻ ഇന്ന ബിസിനസ്സിന് പോകാം, നിങ്ങൾ ദുആ ചെയ്യും. നിങ്ങളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പല സ്ഥലത്തും ആക്കിയിരിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഉമ്മയോട് നമുക്ക് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മാടെ തൃപ്തിയോടുകൂടി നമുക്ക് പോകാൻ കഴിയും? ഉമ്മ എങ്ങനെ നമ്മൾ ഉപദ്രവിക്കട്ടെ, നമ്മൾ പറയുമല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ ഉമ്മ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഉമ്മാടെ ഉപദ്രവം താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ഞാൻ എന്താ വേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എഴുന്നേൽക്കുമ്പോ
തന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നവനായി എഴുന്നേറ്റ അന്നേ ദിവസത്തിൽ സ്വർഗത്തിലേക്കുള്ള 2 വാതിലുകൾ അങ്ങ് തുറക്കുകയാ. ആരെങ്കിലും വാപ്പാനെ ഉമ്മാനെ അതൃപ്തിയോടുകൂടിയിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിൽ നരകത്തിലേക്കുള്ള 2 വാതിൽ അങ്ങ് കൊട്ടി തുറക്കപ്പെടുകയാ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ ഉപ്പാനെ തള്ളി പറഞ്ഞുകൊണ്ട്, അവരെ ഉപദ്രവിച്ചുകൊണ്ട്, അവരുടെ കണ്ണീര് കണ്ടുകൊണ്ട്, അവരെ വേദനിപ്പിച്ചുകൊണ്ടാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു തുടക്കമെങ്കിൽ വല്ലാഹി നരകത്തിന്റെ വാതിലുകൾ നമുക്ക് ആ ദിവസം തുറക്കപ്പെട്ടിരിക്കുകയാ. അല്ലാതെ റസൂലുള്ളാഹി പറയുന്നു, നിന്റെ മാതാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്റെ പൊന്നുമോന്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ, എന്നെ പൊന്നുപോലെ നോക്കുകയല്ലേ, എന്റെ പൊന്നുമോനല്ലേ എന്റെ എല്ലാ എന്ന ഒരു ചിന്ത, ഒരു തീരുമാനം നിന്റെ ഉമ്മാന്റെ മനസ്സിൽ വന്ന, നിന്റെ വാപ്പാന്റെ ഹൃദയത്തിൽ വന്ന പൊന്നുമോനെ, അന്നേ ദിവസം നിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിടുകയാ. ആ സമയത്തെ സഹാബി ചോദിച്ചു, മൈനൽ അലമാ, നബിയെ അവരെ ഞങ്ങൾ ഉപദ്രവിക്കുകയാ, ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ല. ചില ഗൾഫുകാര് പറയുമല്ലോ, ഉസ്താദ് ഞങ്ങൾ എന്ത് കൊടുത്താലും ഉമ്മാക്ക് തൃപ്തി വരുന്നില്ല, ഞങ്ങൾ നല്ലതെന്ത് ചെയ്താലും ഞങ്ങളുടെ ഉമ്മാക്ക് സന്തോഷം വരുന്നില്ല. എന്നും എന്റെ മക്കളെ കുറ്റം പറച്ചില്ല, എന്റെ ഭാര്യയെ കുറ്റം പറച്ചില്ല, എന്നെ വല്ലാതെ ശപിക്കുന്നവളാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, ഒരിക്കലും ശപിക്കല്ലേ. നിങ്ങളുടെ ഒരു ശാപമെങ്ങാറ്, നിങ്ങളുടെ ഒരു എതിരായ പ്രാർത്ഥനയെങ്ങാറ് നിങ്ങളുടെ പൊന്നുമക്കളുടെ തലയിൽ വീണുപോയാ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാകൂല. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ പൊന്നുമക്കളെ നരകയാതെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ശപിക്കല്ലേ, ഒരിക്കലും നിങ്ങൾ ദുആ ചെയ്യല്ലേ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കൾക്കെതിരായ ദുആരക്കല്ലേ. സഹോദരങ്ങളെ, നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല, എന്തു ചെയ്താലും ഞങ്ങളെ ഉപദ്രവിക്കുകയാ, എന്നാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂല് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. 3 വട്ടം നബി തങ്ങൾ പറയുന്നു, അവരെ നിങ്ങളെ ഉപദ്രവിച്ചാലും ശരി, അവരെ നിങ്ങൾ ആക്ഷേപിച്ചാലും ശരി, അവരെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ശരി, നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അവര് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്, എന്നാലും നിങ്ങളൊരു അക്ഷരം പോലും മറുത്തു പറയല്ലേ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം നമ്മുടെ മാതാപിതാക്കളാ. ഉമ്മയുടെ മഹത്വം തിരിച്ചറിയണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും പിന്നിൽ ഉമ്മാന്റെ ദുആ വേണം. അതുകൊണ്ടൊരു വാക്ക് പോലും നിനക്ക് മോശമായി പറയാൻ പാടില്ല. നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ചതുമ്മയാ, നിന്നെ സംസാരം ഭാഷ പഠിപ്പിച്ചതുമ്മയാ. അതുകൊണ്ടൊരാൾക്ക് പോലും നീ മോശം പറയാൻ പാടില്ല. ഒരിക്കൽ പോലും ഉമ്മാനെ തള്ളി പറയാൻ പാടില്ല. സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ സ്നേഹം വാങ്ങാ, ഉമ്മമാക്ക് ഖിദ്മത്ത് എടുക്കാ, അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുള്ളത് കൊണ്ടാണല്ലോ. നല്ല സമയത്ത് അവർ നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മൾ വേണ്ട എന്ന് അവർ നല്ല പ്രായത്തിൽ ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മളെ അങ്ങ് അബോർഷൻ ചെയ്തിരുന്നെങ്കിലോ, ഇന്ന് നമ്മുടെ ഭാര്യയെ കാണാൻ പറ്റുമോ, നമ്മുടെ മക്കളെ കാണാൻ പറ്റുമോ, നമുക്ക് ബിസിനസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഈ പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അനിഷ്കുർലി വലി വാലിദൈക്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്ക് നീ ശുക്ർ ചെയ്യണം. ചേർത്തു പറഞ്ഞു. 3 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ടെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ചോളി, 3 ആയത്തുകൾ. ഈ 3 ആയത്തുകളിൽ അള്ളാഹു 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നിന്റെ പൂരകമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിലേ അടുത്തതുള്ളൂ. ഒന്ന്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാനെ വഴിപ്പെടണം, പ്രവാചകനെയും വഴിപ്പെടണം. പ്രവാചകനെ വഴിപ്പെടാതെ അള്ളാനെ വഴിപ്പെട്ടിട്ട് ആ വഴിപ്പെടൽ അള്ളാഹ്ക്ക് വേണ്ട. രണ്ടാമത് പറഞ്ഞു, അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാ, നിങ്ങൾ സദഖ കൊടുക്കണം, നിസ്കരിക്കണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ നിസ്കരിക്കുകയും വേണം. ഇന്ന് നിസ്കാരമുണ്ട്, സക്കാത്ത് കൊടുക്കൂല, ചൊളറിങ്ങുന്ന പരിപാടിക്കൊന്നും നമ്മളില്ല. എന്തിനാ നിസ്കാരം? അല്ലാഹ്ക്ക് വേണോ? ഒന്നൊന്നിന്റെ പൂരകമാണ്, ഒന്നുണ്ടെങ്കിലേ അതുള്ളൂ. 3-ാമത്തെ ആയത്ത്, അനിഷ്കുർലി വലി വാലിദൈക്, നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് അവരോട് നമുക്ക് എന്ത് കടപ്പാടാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ എത്ര തലയിൽ അവരെ ചുമന്നുകൊണ്ട് നടന്നാലും അവര് നമ്മളെ ചുമന്നതിനോളം സമാനമാകൂല. ഒരു ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ക്ഷീണം വന്നാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഒരു പനി പിടിച്ചാൽ ഗർഭ പീരീഡിൽ നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങളുടെ ഉമ്മായ നിങ്ങൾ കുറ്റം പറയുന്നു. എന്താ കാരണം?
എന്റെ ഗർഭിണിയായ പെണ്ണിനെ എന്റെ ഉമ്മ ചീത്ത പറഞ്ഞു, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്നും അല്ലെങ്കിൽ അവള് ഗർഭിണിയല്ലേ, ആ ഗർഭിണിയായ പെണ്ണിനെ എന്റെ ഉമ്മ ചീത്ത പറയാന്ന് പറഞ്ഞാൽ, മോനെ നിന്റെ പെണ്ണ് ഗർഭിണിയായപ്പോഴാണ് അവളുടെ ഛർദി നീ കണ്ടത്, അപ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ഭാര്യ ഒരു ഗുളിക കഴിക്കുന്നില്ല. അവള് പനി പിടിച്ചാലും അവള് ആവി കൊണ്ടും അതുപോലെ ചുക്ക് കാപ്പി കുടിച്ചും അവള് പനി മാറ്റുന്നു. ഇതുപോലെയല്ലേ നിന്റെ ഉമ്മ ചുമന്നത് അല്ലെ? പെണ്ണുങ്ങൾ എന്ത് കൊടുത്താൽ മതിയാകും? അവർക്കൊരു പനി വന്നാൽ അവർ ഗുളിക കഴിക്കില്ല, അവർക്ക് പേടി കുഞ്ഞിനെന്തെങ്കിലും വൈകല്യങ്ങൾ ബാധിക്കുമോ എന്നാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവര് ത്യാഗം സഹിച്ച് അവര് നമ്മളെ പ്രസവിച്ച് പാലും തന്ന് വളർത്തി വലുതാക്കി, നമ്മൾ അവരുടെ മടിത്തട്ട് ബാത്റൂമാക്കി, അവര് പിച്ച വെപ്പിച്ച് നടത്തി, അവര് സംസാരിപ്പിച്ചു പഠിപ്പിച്ച്, ഇതൊക്കെ നമ്മളെ ചെയ്തു തന്നിട്ട് അവസാനം നമ്മൾ അവരെ കാലുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കിയിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പള്ളിയിൽ ചെന്നിരുന്നാൽ ആ പള്ളി കൂടി നാറ്റം പിടിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് കൈ ഉയർത്തി വെച്ചിട്ട് അങ്ങോട്ട് ദ്വാരക്കുകയാണ്. ഓ, എന്തോ ഒരു ദുആയാണ്. നീ എവിടെ കൈ കെട്ടിയാലും, പള്ളയെ കെട്ടിയാലും, വയറ്റി കെട്ടിയാലും, നെഞ്ചത്ത് കെട്ടിയാലും, പെടലി കെട്ടിയാലും, പൊക്കലിന് താഴെ കെട്ടിയാലും, എവിടെ കെട്ടിയാലും നിന്റെ ഉമ്മാനെ നീ തള്ളി പറഞ്ഞിട്ട് ഉമ്മായെ വേദനിപ്പിച്ച് നീ എവിടെ കൈ കെട്ടിയിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹ്ക്ക് നിന്റെ ഒരു വഴിപ്പെടലും വേണ്ട, ഒരു ശുക്റും അള്ളാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ വെച്ചൊരു പ്രതിജ്ഞ എടുത്തോളി. എന്തു പ്രതിജ്ഞ? മരിക്കുന്നതുവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും, ഇതിന്റെ ഒന്നും വില ഇപ്പൊ അറിയില്ല, ഇതിന്റെ വില ഇപ്പോഴറിയില്ല. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ജീവിതകാലം, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഉമ്മമാര്, ഏതെങ്കിലും മാതാക്കള്, പിതാക്കന്മാരും ഞാൻ ചേർത്ത് പറയണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പിതാക്കന്മാരെ കളഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അല്ല പോലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു വാപ്പാരാരെയും മിണ്ടുന്നില്ല. പിന്നെ പറയുന്ന ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലിവാലിദൈക വഇലൈൽ മസീർ. അള്ളാഹും വാപ്പായാൻ കളഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാര്, ആ ഉമ്മയോടുള്ള കടമകളും കർത്തവ്യങ്ങളും കടപ്പാടുകളും നമ്മൾ പരിപൂർണമായി പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അള്ളാന്റെ സ്വർഗം നമുക്ക് അന്യമാണ് എന്ന് മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും. കേട്ടോ, ഖലീലുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, മൂസ നബിയേ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താ നിങ്ങളെ അനുസരിക്കുന്ന സന്താനങ്ങളെ നിങ്ങൾക്ക് തരുന്നതാ. ഞാൻ നിങ്ങൾക്ക് സന്താനങ്ങളെ തരാം. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, പൊന്നുമക്കളെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹത്തോടെ ദ്വാരക്കാരെ വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. എന്തേ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് അവശേഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞൂടെ? മൂസ നബിയോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ആയുസ്സും നീട്ടിത്തരാം. അള്ളാഹു പറയുന്നു, മൂസ നബിയെ, ദീർഘായുസ് നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മക്കളെയും തരാം. അതേസമയം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആയുസ് ഞാൻ ചുരുക്കും, ആ ഉള്ള ആയുസ്സിൽ നിങ്ങളെ ഭരിക്കുന്ന മക്കളെ ഞാൻ തരും. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് എങ്ങനെ കാണിക്കും? ഒരു കഥ ഞാൻ ഓർക്കുന്നു. വാപ്പാക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പാത്രം വീട്ടിലുണ്ടാക്കി ഒരാള്. തന്റെ വാപ്പാക്ക് അതിൽ ഭക്ഷണം കൊടുക്കും, മക്കൾ തൊടാൻ സമ്മതിക്കൂല, കാരണം മക്കൾക്ക് നല്ല പാത്രമാണ്. 2000 രൂപയുടെയും 1500 രൂപയുടെയും പാത്രത്തിലാണ് മക്കളും ഭാര്യയും അയാളും ഭക്ഷണം കഴിക്കുന്നത്. ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് പട്ടിക്ക് കൊടുക്കും പോലെ ചെറിയൊരു പാത്രം. അതിനകത്ത് തന്നെ ചോറിടും, അതിനകത്ത് തന്നെ അവിയൽ വെക്കും, അതിനകത്ത് തന്നെ പിന്നെ എല്ലാം ഒഴിക്കും, അതിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് കൊണ്ടുവന്ന് ഉമ്മ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കും. പട്ടി തിന്നും പോലെ ഉമ്മായെ തീറ്റിപ്പിക്കുന്നു. ഒരു ദിവസം ആ മകൻ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള പാത്രം ആ ഉമ്മ കഴിക്കുന്ന ഭാഗത്ത് നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ഇയാളുടെ മകൻ അടുത്ത് നിൽപ്പുണ്ട്. ഇയാളെ കയ്യിൽ നിന്ന് പാത്രം നിലത്തു വീണു. ആ സമയത്ത് തന്റെ മകൻ ഓടിക്കൊണ്ടു വന്നിട്ട് വാപ്പയോട് പറയുന്നു, വാപ്പാടെ ഉമ്മാക്കാണ് ഇപ്പൊ ഇത്ര നേരം കൊടുത്തോണ്ടിരുന്നത്, ആ പാത്രം നിലത്തു വീണപ്പോൾ സ്വന്തം മോൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാ അത് നിങ്ങൾ ഉടച്ചു കളയരുത്, അത് നിങ്ങൾ തട്ടിപ്പൊട്ടിച്ച് കളയരുത്. എന്തു പറ്റി? അപ്പോഴാണ് മകൻ പറഞ്ഞത്, നിങ്ങൾ വലുതാകുമ്പോഴും ഞങ്ങൾക്ക് അതിൽ തരാനുള്ളതല്ലേ,
നിങ്ങൾ വലുതാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് തരാനും വേണ്ടി ഞങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് നിങ്ങൾ തല്ലിപ്പൊട്ടിക്കരുത്. നമ്മൾ എന്ത് രീതിയിൽ നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുവോ, അള്ളാഹു സത്യം നമ്മുടെ സന്താനങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് കാണിക്കും. ഇത് മൂസാ നബിയോട് അള്ളാഹ് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് മാതാവിനെ ഖിദ്മത്തെടുക്കുക, മാതാപിതാക്കൾക്ക് സേവനമനുഷ്ഠിക്കുക. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ആ മക്കൾ തന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുമ്പോൾ അവർ ദുആ ചെയ്യും, പടച്ച റബ്ബേ എന്റെ പൊന്നുമോൻ എന്നെ കളഞ്ഞില്ലല്ലോ, എന്റെ പൊന്നുമോൻ എന്നെ ഒഴിവാക്കുന്നില്ലല്ലോ, എന്തേ പടച്ചവനെ എന്റെ പൊന്നുമോന് ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ. ആ ദുആ എങ്ങാനും പൊന്നുമ്മ ചെയ്തു കഴിഞ്ഞാൽ, വാപ്പ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരായി പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ദുആ, നമ്മുടെ ഉമ്മാന്റെ ദുആ നമുക്കുണ്ടാകണം. മഹാനായ യാഫീ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചതമ്പുരാനെ വഹി അറിയിച്ചു കൊടുത്തുവത്രേ. എന്താ വഹി അറിയിച്ചതെന്നറിയോ? സുലൈമാൻ നബിയെ, നിങ്ങളെ കടലിന്റെ കരയിലൊന്ന് ചെന്നു നിൽക്കുമോ, കടൽ തീരത്തേക്കൊന്ന് പോകുമോ? ആ കടൽ തീരത്ത് നിങ്ങൾ ചെന്നു നിന്നാൽ കടലിന്റെ ചാരത്ത് നിങ്ങൾക്കൊരു വലിയ അത്ഭുതം കാണാം. യാഫീ തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പരിവാരങ്ങളുമായി, പരിവാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പരിവാരങ്ങളുമായിട്ട് കടൽ തീരത്തേക്ക് പോവുകയാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫലാ യറാ ശൈആ, ഒന്നും സുലൈമാൻ നബിക്ക് കാണാൻ കഴിഞ്ഞില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. സുലൈമാൻ നബി ചോദിക്കുന്നു, പടച്ച റബ്ബേ എന്താ ഉള്ളത്? സുലൈമാൻ നബിയോട് അല്ലാഹ് വഹി കൊടുക്കുകയാ, സുലൈമാൻ നബിയെ ഉണ്ട്, നബിയെ ഉണ്ട്, കടലിന്റെ അടിത്തട്ടിലുണ്ട്, ഒരു അത്ഭുതമുണ്ട്, കാണണ്ട്. ആ സമയത്ത് തന്റെ സേവകരായ ജിന്നുകളോട് പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സർവ്വന് ജിന്നുകളല്ലേ, വേലക്കാര് ജിന്നുകളല്ലേ, ഭൃത്യന്മാര് ജിന്നുകളല്ലേ, അതിലുള്ള ഒരു ജിന്നിനോട് പറയുകയാണ്, കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് എന്താണ് അത്ഭുതമെന്ന് നോക്കി വരിക, ആ അത്ഭുതം നിങ്ങൾ കൊണ്ടുവരണേ. അങ്ങനെ ഒരു ജിന്ന് നേരെ കടലിന്റെ അകത്തളത്തിലേക്ക് മുങ്ങിപ്പോവുകയാ. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണേ, പ്രിയപ്പെട്ട പൊന്നുമക്കൾ ശ്രദ്ധയോടെ കേൾക്കണേ. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബിയുടെ ജോലിക്കാരനായ ജിന്നുണ്ടല്ലോ സഹോദരങ്ങളെ, കടലിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട് സഞ്ചരിച്ചിട്ട് എവിടം വരെ പോകാൻ കഴിയോ അവിടം വരെ യാത്ര ചെയ്തിട്ട് മടങ്ങി വന്നിട്ട് പറയുകയാണ്, ഇല്ല ഇല്ല സുലൈമാൻ നബിയെ, ഞാനൊന്നും കണ്ടില്ല, അവിടെ ഒരു അത്ഭുതമോ കാണാൻ കഴിയുന്നില്ല, ഇനി അങ്ങേ അറ്റം വരെ ഞാൻ പോയൊന്നും കാണുന്നില്ല. രണ്ടാമത്തെ ജിന്നിനെ പറഞ്ഞു വിടുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ ജിന്നു നേരെ ഇറങ്ങി ചെല്ലുകയാണ്, കടലിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാ. നോക്കുമ്പോൾ ഒന്നുമില്ല, എവിടം വരെ പോകാൻ കഴിയുമോ അവിടം വരെ യാത്ര ചെയ്യുകയാ. എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് ജിന്ന് നബിയോട് പറയുന്നു, സുലൈമാൻ നബിയെ, ഞാനും ഒന്നും കണ്ടില്ല. മൂന്നാമതാരെയാണ് വിട്ടതെന്നറിയോ? സുലൈമാൻ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ, സുലൈമാൻ നബിയുടെ മന്ത്രിയായ ഒരാളുണ്ടല്ലോ, ആസിഫ് ഇബ്നു ബർഖിയ. ആസിഫ് ഇബ്നു ബർഖിയ ജിന്നല്ല, ആസിഫ് ഇബ്നു ബർഖിയ മനുഷ്യനാ. മഹാനായ സുലൈമാൻ നബിയുടെ മന്ത്രിയാ. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരു മനുഷ്യനാണ് ആസിഫ് ഇബ്നു ബർഖിയ. മഹാനവറുകളെ പറഞ്ഞു വിടുകയാ, ആസിഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടല്ലോ, മഹാനായ സുലൈമാൻ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാ, നിമിഷ നേരം കൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയേ, കടലിന്റെ അടിത്തട്ടിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തെന്നറിയോ? ഒരു വെള്ള കൊട്ടാരമാണ്, വെള്ള കുബ്ബയാണ്, ഒരു മനോഹരമായ വെള്ള കുബ്ബയാണ് ഞാൻ കണ്ടത്. എത്ര മനോഹരമാണത്! കൊണ്ടുവരൂ ആസിഫ് ഇബ്നു ബർഖിയ. സഹോദരങ്ങളെ, സുലൈമാൻ നബിയുടെ ആജ്ഞപ്രകാരമാ ഒറ്റമുട്ടിനാലുള്ള വെള്ള കുബ്ബ എടുത്തുകൊണ്ടുവരികയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊണ്ടുവന്ന് കരയിൽ വെക്കുകയാണ്. നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, മനോഹരമായ കുബ്ബയുടെ 4 വാതിലുകളെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മരതകത്താലുള്ള, മാണിക്യത്താലുള്ള, പവിഴത്താലുള്ള, മുത്തിനാലുള്ള ഒരു മനോഹരമായ ഒറ്റമുട്ട്. ആ ഒറ്റമുട്ടിനാലുള്ള കുബ്ബയുടെ 4 വാതിലുകളും തുറന്നു കിടക്കുകയാ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് കടന്നിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും കടലിന്റെ അടിത്തട്ടിൽ കിടന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം അകത്ത് പ്രവേശിച്ചിട്ടില്ല. ആ സമയത്ത് സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ ആ കുബ്ബയ്ക്കകത്ത്, ആ കൊട്ടാരത്തിനകത്ത് ഒറ്റമുട്ടിനാലുള്ള വെള്ള
കൊട്ടാരത്തിനകത്ത് ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്. ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്. സുന്ദരനാണ്, സുമുഖനാ, കാണാനഴകുള്ളവനാ, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ശുഭവസ്ത്രധാരിയായ, കറുത്ത തലമുടിയുള്ള, നല്ല മനോഹരമായ, കാണാൻ നല്ല മുഞ്ചുള്ള അഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാ. ചോദിച്ചു, സുലൈമാൻ നബി നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ സുലൈമാൻ നബിയേ, ഞാൻ ആരാണെന്നറിയോ? എനിക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ടായിരുന്നു. എന്റെ വാപ്പ കിടക്കുന്നയാളാ, കിടപ്പിലാണ്. എന്റെ വാപ്പ എഴുന്നേക്കാൻ കഴിയില്ല. എന്റെ ഉമ്മയാണെങ്കിലോ അന്ധയാണ്. എന്റെ ഉമ്മാക്ക് കണ്ണ് കാണാനുള്ള കഴിവില്ല. എന്റെ വാപ്പയാണെങ്കിലോ കിടപ്പിലാണ്. ആ സമയത്ത് ഞാൻ എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തു 70 കൊല്ലം ഞാൻ എന്റെ വാപ്പാക്ക് സേവനമനുഷ്ഠിച്ചു. എന്റെ ഉമ്മാക്ക് ഞാൻ 70 കൊല്ലത്തോളം ഖിദ്മത്തെടുത്തു. സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയുകയാ, അവസാനം എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഖിദ്മത്തെടുത്ത അവസാനം എന്തു ചെയ്തെന്നറിയോ? എന്റെ വാപ്പ ഈ ലോകത്തോട് വിട പറയാൻ നേരത്ത്, എന്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറയാൻ നേരത്ത് എനിക്ക് വേണ്ടി ഉമ്മയും ഉപ്പയും ദുആ ചെയ്തു. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അല്ലാഹുമ്മ തിൽ ഹയാത ബിനി ഫീ അല്ലാഹുവേ, എന്റെ പൊന്നുമോന് നിന്റെ വഴിപ്പെടുന്നതിലായി എന്റെ പൊന്നുമോന് ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. എന്റെ വാപ്പ ദുആ രക്കുകയാണ്, അല്ലാഹുമ്മ സ്തഖ്ദിം വലദീ ഫീ മക്കാനിൻ ലാ യകൂനു ലിശൈത്താനി അലൈഹി സബീൽ. അല്ലാഹുവേ, ഒരു ശൈത്താനും ചെന്നെത്താൻ കഴിയാത്ത ഒരു പ്രദേശത്തിന്റെ പൊന്നുമോന് ഖാദിമീങ്ങളെ കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു എന്റെ വാപ്പ. എന്റെ ഉമ്മ ദുആ ചെയ്തു, റബ്ബേ നിന്റെ ത്വഅത്തിലാ എന്റെ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണം. അങ്ങനെ എന്റെ വാപ്പ മരണപ്പെട്ടു, എന്റെ ഉമ്മ മരണപ്പെട്ടു. ഞാൻ സങ്കടത്തോടെ ഈ കടൽ തീരത്ത് വന്ന് വേദനയോടെ നിന്നു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ വെള്ളത്തിൽ ഈ ഒറ്റമുട്ടിനാലുള്ള കുബ്ബ കണ്ടു. അതത്ര മനോഹരമായിരുന്നു. ആ കുബ്ബ കാണാ ഞാൻ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മലക്ക് വന്നു. എന്നെയും കുബ്ബയെയും കൊണ്ട് നേരെ അടുത്തട്ടിലേക്ക് പോയി. സുലൈമാൻ നബി അത്ഭുതപ്പെടുകയാ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എത്ര കൊല്ലമാകുമെന്ന് പറയൂ? നിങ്ങൾ ചിന്തിക്കണം, എത്ര കൊല്ലമായി നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട്? ആ സമയത്ത് ആ മനുഷ്യന്റെ മറുപടി, എനിക്കതറിയില്ല, പക്ഷേ ഞാൻ വരുമ്പോ അള്ളാഹുവിന്റെ ദൂതൻ ഇബ്രാഹിം നബിയാണ്. ലോകത്ത് അള്ളാഹു അയച്ച ദൂതൻ ഇബ്രാഹിം നബിയാണ്. ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ ഇബ്രാഹിം നബിയാണ്. യാഫഈ തങ്ങള് മോശക്കാരനാണോ? നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുകയാ, സുലൈമാൻ നബി ചോദിച്ചു, എത്ര നാളായി? അതറിയില്ല, ഞാൻ വരുമ്പോൾ ഈ പ്രവാചകൻ ഇബ്രാഹിം നബിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈമാൻ നബിയും തമ്മിലുള്ള ദൂരം അളന്നു. നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ 1400 വർഷമാണ്. 1400 വർഷമായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണക്ക് കൂട്ടി നോക്കുകയാ. അത്ഭുതത്തോടെ ചോദിച്ചു, അല്ലയോ സഹോദര, നിങ്ങൾ എങ്ങനാണ് ഭക്ഷണം കഴിക്കുക? 1400 വർഷം കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ നരച്ചിട്ടില്ല. അതാണ് രസം. ഒരു നര പോലും വന്നിട്ടില്ല. സഹോദരങ്ങളെ, വാപ്പാന്റെ ദുആയാണ്, ഉമ്മാന്റെ ദുആയാണ്, അല്ലാഹുവേ എന്റെ മോന് ദീർഘായുസ് കൊടുക്കണം. എന്റെ പൊന്നുമോന് ശൈത്താന്റെ ഒരു പ്രവേശനമില്ലാത്ത, വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഒരു പ്രദേശത്തിന്റെ മക്കളെ, എന്റെ മകന് നീ ഖാദിമീങ്ങളെ കൊടുക്കണം. വാപ്പാന്റെ ഉമ്മാന്റെ ദുആയാണ്. അവർക്ക് സേവനം ചെയ്തതിന്റെ, അവർക്ക് ഹിദ്മത്തെടുത്തതിന്റെ പകരമായി അല്ലാഹു കൊടുത്തത് അവരുടെ ഒരു ദുആയാണ്. സഹോദരങ്ങളെ, ചോദിച്ചു, നിങ്ങൾ എങ്ങനാ ഭക്ഷണം കഴിക്കുക? ആ സമയത്ത് പറഞ്ഞൊരു മഞ്ഞക്കിളി. ആ മഞ്ഞക്കിളി ഒരു മനുഷ്യന്റെ തലയുടെ വലിപ്പമുള്ള ഭക്ഷണം കൊണ്ട് എന്റെ മുമ്പിൽ വരും. അത് ദുനിയാവിലുള്ള സകല ഭക്ഷണത്തെക്കാൾ മനോഹരമാണ്, രുചികരമാണ്. അതൊന്ന് കഴിച്ചാൽ പിന്നെ ദാഹമില്ല, ക്ഷീണമില്ല, ഉറക്കമില്ല, വിശപ്പില്ല, തണുപ്പില്ല, ചൂടില്ല, സങ്കടങ്ങളില്ല, തളർച്ചയില്ല, തകർച്ചയില്ല, യാതൊരു ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒന്നുമില്ല. സഹോദരങ്ങളെ, സുലൈമാൻ നബി ചോദിച്ചു, ഇനി എന്താ, നീ ഞങ്ങളോടൊപ്പം വരുന്നോ അതോ തിരിച്ചു പോണോ? ഞങ്ങളോടൊപ്പം വരണോ തിരിച്ചു പോണോ എന്ന് സുലൈമാൻ നബി ചോദിക്കുമ്പോൾ
ആ മനുഷ്യൻ പറയുന്ന മറുപടിയില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് തിരികെ പോകണം. ആ സമയത്ത് ആസിഫ് ഇബ്നു ബർഖിയെ വിളിച്ചിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഈ മനുഷ്യനെ ഇരുന്ന ഭാഗത്ത് കൊണ്ടുവെക്ക്. അങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ വീണ്ടും കൊണ്ടുവച്ചു. ഇത് സുലൈമാൻ നബിക്കല്ല വഹി അറിയിച്ചു കൊടുത്തു. ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയോ? വാപ്പയെ ഉമ്മയെ ഖിദ്മത്തെടുക്കുന്നതിന്റെ മഹത്വം പഠിപ്പിക്കാൻ, അവരെ സേവനം ചെയ്യുന്നതിന്റെ മഹാത്മ്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് ഉമ്മയെ ബഹുമാനിക്കുന്നവര്? എത്ര പേരാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുമല്ലോ, അള്ളാഹു എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നമുക്ക് തരിക. ഇന്ന് ഭരണകൂട ഭീകരത, അത് വിശദീകരിച്ചാൽ നമ്മുടെ ഈ സദസ്സ് നമുക്ക് പറയാൻ, വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള വേദിയല്ല. അതുപോലെ തന്നെ മഴയില്ല. ഇന്ന് നല്ല മഴ പെയ്തു. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഇവിടെ മഴ പെയ്തു എന്ന് പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തൊടിയൂര് ഈ സംഘാടകരവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദിന്റെ ആ മഹല്ലത്തില് പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വെഞ്ഞാറമൂടെത്തുമ്പോഴേക്ക് 2:15 മണിയായി. ആ സമയത്ത് വെളുക്കുന്നതിന് മുമ്പ് പാതിരാത്രി കഴിഞ്ഞ് 2:15 മണിക്ക് ഒരാൾക്കൂട്ടം റോട്ടില്, നിങ്ങൾ ആലോചിക്കണം, ഒരു വലിയ ആൾക്കൂട്ടം, വണ്ടികൾ കിടക്കുന്നു, ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ, കുട്ടികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി നിൽക്കുന്നു, കുട്ടികളില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുമ്പോഴാണ് പടച്ചവനെ ലൈൻ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന ബഹളമാണ്. രാത്രി 2 മണിക്ക് ഉറങ്ങാതെ ലൈൻ പൈപ്പിൽ നിന്ന് വണ്ടി പിടിച്ച് വന്നിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ട് വെള്ളം എടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ജലക്ഷാമം രൂക്ഷമാകുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ ഖജനാവിൽ വെള്ളം വറ്റിപ്പോയത് കൊണ്ടാണോ? റബ്ബിന് മഴവെള്ളം തീർന്നതിന്റെ പേരിലാണോ? അള്ളാഹ്ക്ക് തീരൂല. അള്ളാഹുവിന്റെ മഴത്തുള്ളികൾ തീരില്ല. അള്ളാഹുവിന്റെ ഖജനാവ് ഒരിക്കലും വറ്റില്ല, ഒരിക്കലും അവന്റെ വെള്ളം തീരില്ല, ഒരിക്കലും അവന്റെ അധികാരത്തിന്റെ കീഴിൽ ഒന്നും അള്ളാഹുവിന് നഷ്ടപ്പെടില്ല. പിന്നെന്തുകൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടാത്തത്? എല്ലാരും ദ്വാരക്കുന്ന എന്താണ്? കഴിഞ്ഞ വർഷമൊക്കെ അതിന് മുമ്പത്തെ വർഷവും വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ ആളുകൾ ദ്വാരന്ന്, പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിലെ 4 കാലികൾക്കെങ്കിലും കിട്ടിയാൽ മതി, അപ്പൊ ഓസിന് കുടിക്കാമല്ലോ. അപ്പോഴതിന്റെ പേരിൽ നമുക്ക് ഓസിന് കുടിക്കാമല്ലോ. പടച്ചവനെ, പശുക്കളും ആടുകളും കിടാങ്ങളും അതുപോലെ കാളകളും ഒക്കെ വെള്ളം കിട്ടാതെ എല്ലും തോലുമായി, റബ്ബേ അവർക്കെങ്കിലും നീ വെള്ളം കൊടു എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തില്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ച് നോക്ക്. കാലം തെറ്റി മഴ പെയ്യുന്ന കാലം വന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഭരണകൂട ഭീകരത വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഈ പറയുന്നത്, റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഓരോന്നിന് വില അധികരിക്കുന്ന കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പക്ഷെ നബിതങ്ങൾ പറഞ്ഞു, ഈ വില അധികരിക്കലും ഈ ഭരണകൂട ഭീകരതയും മഴക്കാലം തെറ്റി പെയ്യലും മഴ പെയ്യേണ്ട സമയത്ത് പെയ്യാതിരിക്കലും ഒക്കെ ഞാൻ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഇതിന് മൊത്തത്തിൽ ഇതിന്റെ പാക്കേജിന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സിനീൻ എന്നാണ്. ഞാൻ അവരെ ഇബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, അവരെ സിനീൻ കൊണ്ട് പരീക്ഷിക്കും. ആ സിനീൻ എന്ന പാക്കേജിൽ പെട്ടതാണ് വെള്ളമില്ലായ്മ, ഭരണകൂട ഭീകരത, അതുപോലെ തന്നെ വില അധികരിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെയും. ഇതുണ്ടാകുന്നതിന് കാരണം റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. എന്താ കാരണം പറഞ്ഞത്? ലാ യഅ്ബുദൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. റമളാനിൽ മാത്രം അള്ളാഹെ ആരാധിക്കുന്ന ഒരു കാലം വന്നാൽ, ശഅബാനിൽ പള്ളി ശൂന്യം അല്ലേ, റജബില് പള്ളി വട്ടപൂജ്യം, റമളാനിലോ സുബഹിക്കൊക്കെ ജുമുഅന്റെ ആളാ അല്ലേ. ഇങ്ങനെ ഒരു കാലം വന്നാൽ അള്ളാഹു ജലക്ഷാമം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നമ്മൾ കളിയാക്കുകയല്ലേ? റമളാന് മാത്രം പടച്ചോൻ വരും എഴുന്നള്ളിത്തിന്. ഇത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയായി പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ റമളാൻ മാസത്തിൽ നമ്മൾ ആവേശത്തോടെ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ വെയിറ്റ് ഒക്കെ മുക്കിയിട്ട് ജുബ്ബയും മുണ്ടും തുപ്പിയും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നവർ നേരത്തെ ഒന്നെടുക്ക്, എന്നിട്ട് ശഅബാനിലെ പള്ളി കയറിക്കോളി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ റമളാൻ നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഒന്ന്, നമ്മൾ പിണങ്ങിക്കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെയൊക്കെ ഇണക്കി നമ്മൾ നിർത്തുക. ലൈലത്തുൽ ഖദറിൽ തന്നെ ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചിലപ്പോൾ ബിരിയാണി കിറ്റ് കിട്ടും പള്ളിക്കാർ തരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യാത്ത ഒരവസ്ഥ വന്നാൽ, ലൈലത്തുൽ ഖദറിൽ നമ്മളെ ജിബ്രീൽ മുസാഫഹത്ത് ചെയ്യാത്ത അടയാളം വന്ന
എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലൈലത്തുൽ ഖദറിൽ ഇബാദത്തെ കൂലി കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കൂലി ലഭിക്കാത്തവരുടെ കൂട്ടത്തിൽ പറഞ്ഞു ആഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ ആതുരാലയങ്ങളിലുമൊക്കെ ആളുകൾ മാതാപിതാക്കളെ ഒഴിവാക്കി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കിടന്ന് നാളെ നേരം വെളുത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉമ്മയും ഉപ്പയും തിരികെ കൊണ്ടുവരിക. ഇല്ലാതെ ഒരു തുള്ളി വെള്ളം അല്ലാഹു തരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ വിജയത്തിനു നിദാനം നമ്മുടെ ഉമ്മയാണെന്ന ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായി ആ മാതാവിനെ സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട, കടപ്പാടുകൾ പൂർത്തീകരിക്കേണ്ട പരമാവധി നമ്മൾ ആ ഒരു രീതി നമ്മൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല ധന്യമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.